So hello guys, Sri here. Welcome back to the podcast. വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക്. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ അറ്റ്ലാന്റിയൻ റേസ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവർ അറ്റ്ലാന്റിയൻസ് എന്നാണ് വിളിച്ചത്. സോ ഈ എപ്പിസോഡിൽ നമ്മൾ അവരെന്തായിരുന്നു എന്നുള്ള എവിഡൻസുകളാണ് നോക്കുന്നത്. So അതിനു മുമ്പേ വാട്ട്സ് ഗോയിങ് അറൗണ്ട് ദി വേൾഡ്, വാട്ട്സ് ഹാപ്പനിങ്? നമ്മുടെ മീഡിയയിലൊന്നും ഒരു വട്ടം പോലും വന്നിട്ടില്ല, നമ്മുടെ ടി വിയിൽ വരുന്നില്ല, നമ്മുടെ എങ്ങും വരാത്തൊരു കാര്യമാണ് നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ്റെ EU എന്ന് പറഞ്ഞാൽ ആ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഒരു ഇതാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ പാർലമെൻറ്റിൽ ഭയങ്കര വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കോവിഡ് വാക്സിൻ്റെ കാര്യത്തിൽ. നമ്മൾക്കൊന്നും ഇത് അറിയുന്നില്ല. നമുക്കൊക്കെ ഈ യൂത്തിൻ്റെ ഇടയിൽ പ്രശ്നം വരുന്നു, പ്രഗ്നൻസി പ്രശ്നം വരുന്നു, അബോഷൻ വരുന്നു, അല്ലെങ്കിൽ ലങ് ക്യാൻസർ, അല്ലെങ്കിൽ ലങ്സിന് പ്രോബ്ലം വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, 30-40 വയസ്സുള്ള ആളുകൾ ബ്ലോക്ക് വന്ന് വീഴുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇത് പ്രശ്നമില്ല, കാരണം നമ്മളെല്ലാം ഡിലൂലൂല് ജീവിക്കുന്നവരാണ്. അപ്പം യൂറോപ്യനിൽ അവർ അവിടെ നോക്കി കേസ് കൊടുത്തു. ഫൈസർ എന്ന് പറയുന്ന അവരാണ് ഈ വാക്സിനൊക്കെ ഉണ്ടാക്കി വിറ്റത്. ഫൈസറിനെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തവർ ജയിച്ചു. എന്നിട്ട് ഫൈസറിന് ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. 270 പ്രഗ്നൻറ്റ് വുമണിനെ, ഫൈസർ വാക്സിൻ എടുത്ത 270 പ്രഗ്നൻറ്റ് വുമണിനെ പഠിക്കാൻ വേണ്ടി ഇട്ടു. അവരുടെ പ്രഗ്നൻസി, അവരുടെ റിസൾട്ട്, കാര്യങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇത് അഫക്റ്റ് ആവുന്നുണ്ടോ എന്ന്. 240 പേരുടെ റിസൾട്ട് ഫൈസർ വെളിവിട്ടിട്ടില്ല. ബാക്കി ഇട്ടത് 38 പേരുടെയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, യൂറോപ്യൻ യൂണിയനിലെ സ്പീച്ച് ഉണ്ട്, ഒരു 30 സെക്കൻഡ്സ് ഉണ്ട്. അത് ഞാൻ ഇവിടെ ക്ലിപ്പ് ചെയ്തേക്കാം, നിങ്ങൾ എല്ലാവരും അത് കാണണം. കാരണം ബാക്കി പഠിച്ചത് 38 പേരുടെ പ്രഗ്നൻസിയാണ്. 80% ഓഫ് ദി പീപ്പിൾ ലോസ്റ്റ് ദെയർ ബേബി. They told women in the study not to get pregnant. Nonetheless, 270 women got pregnant in the study, vaccinated women. Now, 234 of them, the records of what happened to that pregnancy were lost, which is illegal. Pfizer is supposed to follow them through pregnancy. However, of the 36 women who gave birth, over 80% of them lost their babies. Over 80%. Pfizer knew that. അപ്പോൾ അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. നമ്മളുടെ ഇടയ്ക്കൊക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നു വാക്സിൻ എടുത്തതിന് ശേഷം ക്ഷീണം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ, നോ വാട്ട് ഈസ് ഹാപ്പനിങ്. നമ്മളെ ഇമ്പോർട്ടൻ്റ് ആക്കാനും നമ്മളെ ആരോഗ്യത്തിൽ നിന്ന് താഴേക്കാക്കാനും എന്നൊക്കെയാണ് ഇപ്പോൾ യൂറോപ്യൻസും അമേരിക്കൻസും റോഡിലിറങ്ങി സ്ട്രൈക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ മീഡിയയിൽ വരുന്നില്ല. കാരണം എപ്പോഴും എലീറ്റ്സിന് ഒരാളെ മതി. ദേ ഡോണ്ട് വാണ്ട് us ഹെൽത്തി, ദേ ഡോണ്ട് വാണ്ട് us ഡെഡ്, ദേ വാണ്ട് us സിക്ക് എന്നാണ് ഇപ്പം അമേരിക്കയിലെ ആളുകൾ ബസ്സിലും മതിലുകളിലും ഒക്കെ ഒട്ടിച്ച് വെക്കുന്ന വാചകം. എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ ഹെൽത്തി ആയിട്ട് വേണ്ട, അവർക്ക് നമ്മളെ മരിച്ചും വേണ്ട, നമ്മളെ അസുഖപരമായിട്ട് ഇരിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് കോർപ്പറേഷൻസ് എല്ലാം ഹെൽത്ത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ്സാണ്. കാരണം അസുഖം ഉണ്ടാക്കുക, അസുഖത്തിന് മരുന്ന് കൊടുക്കുക. ഒരു കസ്റ്റമർ പോലും നോ പറയാത്ത ഒരേ ഒരു കച്ചവടമേ ഉള്ളൂ. നീ ചാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് വാങ്ങിക്കും. അപ്പോൾ ഇതൊരു ക്ലെയിമാണ്, പക്ഷേ എൻ്റെ ക്ലെയിം അല്ല, യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രസിഡന്റിൻ്റെ ക്ലെയിമാണ്. അത് ഞാൻ നിങ്ങൾക്ക് തെളിവായിട്ട് കൊടുത്തേക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. സോ അതേപോലെ ഞാൻ ഇന്ന് കണ്ടു, റഷ്യ ഹാസ് ഡെലിവേർഡ് 2 Su-57. അത് ഇന്ത്യക്കാണോ ഇന്ത്യക്കല്ലയോ എന്നൊക്കെ ഇങ്ങനെ സംസാരം നടക്കുന്നു. ഐ ബിലീവ് ഇറ്റ്സ് നോട്ട് ഫോർ ഇന്ത്യ. ഞാൻ കണ്ട ചിലവർ പറയുന്ന അൾജീരിയ എന്ന് പറയുന്ന രാജ്യത്തേക്കാണെന്നൊക്കെ പറയുന്നു, ചിലവർ പറയുന്നത് ഇന്ത്യക്കാണെന്നു. കാരണം നമുക്ക് അറിയത്തില്ല ഏത് രാജ്യമാണെന്ന് റഷ്യ പുറത്ത് വിട്ടിട്ടില്ല ഒഫീഷ്യലി. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സോ വി ഡോണ്ട് നോ. സോ റഷ്യ സ്റ്റാർട്ടഡ് ഡെലിവറിങ് Su-57, അതാണ് ന്യൂസ്. അതെ അതെ. അതേപോലെ തന്നെ എലക്ഷന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടില് ചൂട് പോലെ പിടിപ്പിക്കുകയായിരുന്നു. ഞാനിന്ന് പട്ടത്തുനിന്ന് പോയായിരുന്നു റിവ്യൂവിന് വേണ്ടി ഫോൺ എടുക്കാൻ. ഞാനപ്പം കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് അത് വഴി പോയാ. ഞാൻ കയ്യിലെടുത്തേക്കും, അത് ഇപ്പൊ ഇട്ടേക്കുന്ന വേഷമായിരുന്നു. കാവി കൈലിയ റോഡിൽ വെച്ച് പോലീസുകാരെ തടഞ്ഞു നിർത്തി. എങ്ങോട്ടാ പോകുന്നതൊക്കെ ചോദിച്ചു. ഫോൺ കടയപ്പോ സോറി എന്ന് പറഞ്ഞു വിട്ട്. അവരിപ്പം അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവര് ഹെക്ടിക് ആയിക്കൊണ്ടിരിക്കുക ഓരോരോ വള്ളി കാര്യങ്ങളൊക്കെ. സോ ഇന്നും നാളെ കൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ കാൻഡിഡേറ്റ്സും നമ്മുടെ നാട്ടിൽ നോമിനേഷൻ കൊടുത്ത് തീർക്കും എന്നുള്ള രീതിയിൽ ഇതൊക്കെ എത്തി. സോ വി വിൽ സീ അബൌട്ട് ഇറ്റ്. പിന്നെ വാട്ട്സ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇനി അപ്ഡേറ്റ്സ്? ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ്
ജയശങ്കർ, നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ റഷ്യയിലുണ്ട്. ഈസ് മീറ്റിംഗ് വിത്ത് പുടിനും അജിത് ഡോവാലും ഒക്കെ കഴിഞ്ഞ ആഴ്ച ഒന്നുകൂടെ മീറ്റ് ചെയ്തിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. സംതിങ് ബിഗ്. അതെ. അതുപോലെ തന്നെ അജിത് ഡോവാല്, നമുക്ക് ചിക്കൻ നെക്കിനെ പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും, ഞാനൊരു ഫോട്ടോ കൊടുത്തേക്കാം. ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ നോർത്ത് ഈസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇന്ത്യ ഇത്രയും 10,000 കോടി കിലോമീറ്റർ ഉണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിലെ ഒരു 6-7 സ്റ്റേറ്റ്സുമായിട്ട് ഇന്ത്യയെ കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു 22 കിലോമീറ്റർ നാരോ സ്ട്രിപ്പാണ്. ബേസിക്കലി പറഞ്ഞാൽ നമ്മുടെ 7 സിസ്റ്റേഴ്സുമായിട്ട് മെയിൻ ലാൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന ജസ്റ്റ് നാരോ സ്ട്രിപ്പ്. 22 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ ആ 22 കിലോമീറ്റർ നമുക്ക് വേറെ എനിമീസിന് തടയാൻ പറ്റിയാൽ നമുക്ക് നോർത്ത് ഈസ്റ്റിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ നെക്കിൻ്റെ മുകൾ ഭാഗത്ത് ചൈനീസ് മിലിറ്ററി ബിൽഡപ്പും ചിക്കൻ നെക്കിൻ്റെ താഴത്ത് ബംഗ്ലാദേശ് മിലിറ്ററി ബിൽഡപ്പും നടക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ നടക്കുന്നു. അപ്പോൾ പണ്ട് നമ്മൾ ബാക്ക് ഓഫ് ചെയ്യുന്നു, ഡെലിഗേഷൻസ് ചെയ്യുന്നു, ആളെ വിടുന്നു, സംസാരിക്കുന്നു. ഈ വട്ടം ഒന്നുമില്ല. അജിത് ഡോവാൽ, നമ്മളുടെ റോയുടെ ഹെഡ് ചീഫ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെനഞ്ഞാന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ നമ്മൾ വായിച്ചതാണ്, ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിരുന്നു. 1 wrong move. പുള്ളി ഇങ്ങനെയാണ് പറയുന്നത്, ആകെ ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ, പുള്ളി വലിയ ഇതൊന്നുമില്ല. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബൈ റോ ചീഫ്: 1 wrong move and chicken leg will become 220 kilometers. മനസ്സിലായോ? ഒരു തെറ്റായ ചുവട് പാകിസ്ഥാനോ ചൈനയോ വെച്ച് കഴിഞ്ഞാൽ ആ 22 കിലോമീറ്റർ എന്നുള്ളത് 220 കിലോമീറ്റർ ആക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോഴത്തേന് നമ്മൾ വിചാരിക്കും ഓക്കെ അജിത് ഡോവാൽ വാക്ക് മാറ്റണം. നോ. ആസ് ഓഫ് ടുഡേ മോർണിംഗ് 75 ജെറ്റ്സ് ഹാസ് ബീൻ ലാൻഡഡ് ടു നോർത്ത് ഈസ്റ്റ്. ചിക്കൻ നിക്കിന് അപ്പുറത്തേക്ക് 75 ഫൈറ്റർ ജെറ്റ്സ്, തേജസ് ഉണ്ട്, സുഖോയി ഉണ്ട്, ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല, അവർ പറയേണ്ട കാര്യമില്ല, കാരണം അത് അവരുടെ മിലിറ്ററി സ്ട്രാറ്റജിയാണ്. 75 ജെറ്റ് ഇന്നലെ രാത്രി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആർമർ ടാങ്ക്സ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അതൊരു ഒരു സ്റ്റാൻഡ് ഓഫിൽ അവിടെ നിൽക്കുകയാണ്. നമ്മളുടെ പക്ഷേ വെളിയിലുള്ള രാജ്യങ്ങളിൽ, പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ചൈനയിൽ, അമേരിക്കയിൽ, കാനഡയിലുള്ള ഫ്രണ്ട്സ് വരെ അവരൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്, സ്റ്റാൻഡ് ഓഫിലാണല്ലോ ഇന്ത്യ. കേരളത്തിലെ ആരെങ്കിലും അറിഞ്ഞോ? കേരളത്തിലെ മീഡിയയിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. നമ്മളെ രാജ്യം ഇൻവേഡ് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് ബോംബിടുന്നു, കുഴപ്പമില്ല. പാലസ്തീനിൽ ബോംബിട്ടു, സീനാണ് മച്ചാനെ, സീനാണ്. പാലസ്തീൻ ഗാസ സ്ട്രിപ്പ്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. നോ ഒഫൻസ്, ഗാസ സ്ട്രിപ്പിലോ പാലസ്തീനോ എനിക്ക് ഒരു സിമ്പതി ഇല്ലായ്മയില്ല. കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ആരായാലും തെറ്റാണ്. പക്ഷെ ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അത് തെറ്റല്ലാതാവുന്നവന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. അത്രേ പറഞ്ഞോളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ഇന്ത്യ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ എയർ സ്പേസ് നമ്മൾ നോട്ടം എന്ന് പറയുന്നൊരു NOTAM എന്നാണെന്ന് തോന്നുന്നു സ്പെല്ലിങ്, അങ്ങനെ ഒരു സാധനം എല്ലാ രാജ്യങ്ങൾക്കും കൊടുത്തു. എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ഓർ മിലിറ്ററി ഫ്ലൈറ്റ്സ് ഹാവ് ടു റീറൂട്ട് എന്ന് പറഞ്ഞാൽ ഇനി നോർത്ത് ഈസ്റ്റിന്റെ മണ്ടേക്കൂടെയും ചിക്കൻ നെക്കിന്റെ മണ്ടേക്കൂടെയും കൊമേഴ്ഷ്യലും പോകാൻ പാടില്ല, ഫ്ലൈറ്റ് റൂട്ട് എല്ലാം മാറ്റുക. ഇപ്പം ഡൽഹിയിൽ നിന്ന് വേറെ രാജ്യത്തോട്ട് പോകുന്നതാണെങ്കിലും എല്ലാം റീറൂട്ട് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ സെയിം ഡേയിൽ രണ്ടാമതൊരു നോട്ടം കൂടെ കൊടുത്തിട്ടുണ്ട്. NOTAM എന്നാണ് എൻ്റെ ഇത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഗുജറാത്തിൻ്റെ മുകളിൽ പാകിസ്ഥാനുമായിട്ടുള്ള സ്ഥലത്ത് ഇന്ത്യ ആദ്യമായിട്ടാണ് 1971 ശേഷം 2 സ്ഥലത്ത് ഒരേ വട്ടം നോട്ടം കൊടുക്കുന്നത്. അപ്പോൾ either they are researching or they are preparing. രണ്ടിലെന്തോ നടക്കുകയാണ്. ഇത് നിങ്ങളുടെ ന്യൂസിൽ വരാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് സെർച്ച് ചെയ്ത് നോക്കുക. ടൈംസ് ഓഫ് ഇന്ത്യയോ അല്ല ഹിന്ദുസ്ഥാൻ ടൈംസോ വേറെ ഏതെങ്കിലും വാർത്തയിൽ വായിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് റെലവൻ്റ് ആണ് എന്ന് പറയുന്നത്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മളെ ചിലപ്പം അഫക്റ്റ് ചെയ്യാവുന്നത് കുറവായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ സാധനങ്ങളുടെ വില കൂടും, അരിയുടെ വില കൂടും, പെട്രോളിൻ്റെ വില കൂടും. അപ്പോൾ ഒരു സാധാരണ വീട്ടിൽ ഒരാളിപ്പം ഈ മാസം അയാളുടെ 1,00,000 രൂപയുണ്ട്, വർഷത്തെ ഫുൾ സേവിങ് ആണ്. അപ്പോൾ അയാൾ ഒരു യുദ്ധം പോകുന്നതിന് മുന്നേ ഒരു 2 AC വീട്ടിലേക്ക് വാങ്ങിക്കുന്നത് ഈ ആഴ്ചയായിരിക്കും. ആ AC വാങ്ങിച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിക്ക് 1 കിലോയ്ക്ക് 100 രൂപ ആയി കഴിഞ്ഞാൽ അയാൾ സൂമ്പി. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് വാർത്ത കാണുക, എന്നിട്ട് അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കേരള മീഡിയയിൽ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ലോകം മറ്റേ ഒരു പ്രശ്നമില്ലാത്തൊരു യൂട്ടോപ്പിയാണെന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത്. അങ്ങനൊന്നുമല്ല. ഇന്ത്യ ഒരു സ്റ്റാൻഡ് ഓഫിലാണ്. 2 സ്ഥലത്ത് നോട്ടം പ്രഖ്യാപിച്ചിട്ടിരിക്കുകയാണ്. അജിത് ഡോവാൽ
ജെറ്റുകൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്. സോ വാച്ച് യുവർ ന്യൂസ്, വാച്ച് യുവർ നേഷൻ. അങ്ങനെയാണ് വരുന്നത്. So let's go into dive into the topic. Yeah. So നമ്മൾ ഒരു കണ്ടിന്യൂഷൻ അല്ലേ കേട്ടോ? ഈ വട്ടം കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞ പോലെ അറ്റ്ലാന്റിയൻ എന്ന് പറഞ്ഞൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതാണ് ദ പെർഫെക്റ്റ് സൺസ് ഓഫ് ഗോഡ്സ്. ഇവിടെ വന്ന ഗോഡുകളുടെ അല്ലെങ്കിൽ ഏലിയൻസ് എന്ന് പറയാം, സുമേറിയൻസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം, അവരുടെ മക്കൾ ജീവിച്ചിരുന്ന ദൈവസ്ഥലം അറ്റ്ലാന്റിസ്. അവിടുന്ന് ആളുകൾ ബാക്കി ലോകത്തോട്ട് വന്നെന്നും അവരാണ് ലോകത്തെല്ലാവർക്കും ഇത് തന്നു എന്നും ഒക്കെ പറയുന്നതാണ് നാസി ജർമ്മനിയുടെ ഹിസ്റ്ററി. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം എന്നൊക്കെ പറയുന്ന പോലെ രാമൻ ഉണ്ട്, അല്ലെ ദൈവമുണ്ട്, ജീസസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ നാസി ജർമ്മനിക്ക് അത് അവരുടെ വേദ പുസ്തകമായിരുന്നു അറ്റ്ലാന്റിയൻ മിസ്റ്ററി. അപ്പൊ അവരത് അന്വേഷിച്ചാണ് പോകുന്നത്. അപ്പൊ അവരന്വേഷിച്ച് പോയി ശമ്പാള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തി. അപ്പോൾ നമ്മൾ ആ അന്വേഷണത്തിനെ പറ്റിയും അറ്റ്ലാന്റിയനെ പറ്റിയും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. പക്ഷേ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഇതിന് എന്താണ് ലോകത്തിലുള്ള ബാക്കിംഗ്, വേറെ എവിഡൻസുകളുണ്ടോ ഈ കടലിൽ നിന്ന് വന്ന അറ്റ്ലാന്റിയൻസിനെ പറ്റി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൾച്ചേഴ്സ് പറയുന്നുണ്ടോ, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വട്ടം നോക്കുന്നത്. അപ്പോൾ ഞാനത് നോക്കിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും നാൾ സെർച്ച് ചെയ്യാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. എവിഡൻസസ് ആർ എവ്രിവെയർ. എല്ലായിടത്തും ഇഷ്ടം പോലെ ആയിരക്കണക്കിന് മിത്തുകളാണ് ഇവരെ പറ്റിയുള്ളത്. ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഗൈസ്, നമ്മൾ ഇത്രയും നാൾ ഇത് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നാലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഡൗട്ട് തോന്നുന്നു. അപ്പോൾ എന്താ പറയുന്നത്, മെസപ്പൊട്ടേമിയൻ മിത്തി നമുക്ക് തുടങ്ങാം. മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഏൻഷ്യൻ സ്ഥലമായിരുന്നു, നമ്മുടെ ഇറാഖ്, ഇറാൻ അതുപോലൊക്കെ ഉള്ള അവിടുത്തെ സ്ഥലമാണ്. അപ്പോൾ മെസപ്പൊട്ടേമിയൻ മിത്തിൽ ഓന്നസ് എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. ഓന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ദ ഫസ്റ്റ് അപ്കലു സേജ് എന്ന് പറഞ്ഞാൽ, അപ്കലു സേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഋഷി അല്ലെങ്കിൽ നമുക്ക് വലിയ സന്യാസി എന്നൊക്കെ പറയുന്ന വാക്കാണ് അപ്കലു എന്ന് അവിടുത്തെ വാക്ക്. പിന്നെ ഓന്നസ് എന്ന് പറഞ്ഞാൽ വൺ എന്ന അർത്ഥമാണ്. ദ ഫസ്റ്റ് അപ്കലു സേജിനെ പറ്റി അവർ പറയുന്നുണ്ട്. ഈ ഫസ്റ്റ് അപ്കലു സേജിനെ പറ്റി, ഓന്നസ് എന്ന് പറയുന്ന ആളെ പറ്റി എവിടെയൊക്കെയാണ് പറയുന്നത് അറിയാമോ? സുമേറിയൻ മിത്തോളജിയിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബാബിലോണിയൻ മിത്തോളജിയിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അക്കേഡിയൻ മിത്തോളജിയിലും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3 മിത്തോളജിയിൽ ഈ ഒരേ ഒരാളെ പറ്റി പല കഥകൾ പറയുന്നുണ്ട്. ഈ ഒരു സേജാണ്, അപ്കലു എന്നാണ് പേര്. അപ്പത്തിന് ഈ 3 മിത്തോളജിയിലും ഇതെങ്ങനെ പറയുന്നു വെച്ചാൽ, നമ്മളുടെ ബുദ്ധയെ പറ്റി ഹിന്ദു മിത്തോളജിയിൽ പറയുന്നുണ്ട്, ബുദ്ധിസത്തിൽ പറയുന്നുണ്ട്, കംബോഡിയ അവിടെയൊക്കെ പല പല കൾച്ചറിലും പറയുന്നുണ്ട്. അപ്പം പല കൾച്ചറിലും ഉള്ള ഒരാളാണ് ബുദ്ധ. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉറപ്പിക്കാം സംതിങ് വാസ് ദെയർ ലൈക്ക് ബുദ്ധ. അപ്പം അതുപോലുള്ളതാണ് ഓന്നസ് എന്ന് പറയുന്ന ആൾ. ബാബിലോണിയൻ, സുമേറിയൻ, അക്കേഡിയൻ മിത്തോളജിയിലൊക്കെ ഉള്ളത്. പിന്നെ അവരെ പറ്റി പറയുന്നത് അറിയാമോ? ദ ഫസ്റ്റ് ഓഫ് 7 സേജസ്. 7 സേജുകളിൽ ഒന്നാമത് വന്ന ആളാണ് ഈ ഓന്നസ് എന്ന് പറയുന്ന അപ്കലു സേജ്. ഈ 7 സേജസ് എന്ന് പറഞ്ഞാൽ 7 വൈസ് മെൻ എന്നാണ് അവർ പറയുന്നത്. 7 വയസ്സായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പ്രായമായെന്നല്ല, ഭയങ്കരമായിട്ട് ജ്ഞാനികളായ 7 ആളുകൾ. എന്നിട്ട് ഇവരെ പറ്റി പറയുന്നത് ടീച്ചേഴ്സ് ഓഫ് മാൻകൈൻഡ്, അതായത് മനുഷ്യരാശിയുടെ ടീച്ചേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇനി ഇതെല്ലാം വന്നത് ഈ ക്യുനിയ ഫോം എന്ന് പറഞ്ഞൊരു സ്ക്രിപ്ചർ ഉണ്ട്, നിങ്ങൾക്ക് പലവട്ടവും കേട്ടിട്ടുണ്ടാവും. ക്യുനിയ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോൺ ടാബ്ലറ്റ്സിലൊക്കെ ഒരു പ്രത്യേകതരം ലാംഗ്വേജിൽ കൊത്തിവെക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോറീസ് ആണ്. കാരണം ഒരു സിവിലൈസേഷൻ മരിക്കുമ്പോൾ അവരുടെ തെളിവുകൾ അല്ലെങ്കിൽ അവർക്ക് അടുത്ത സിവിലൈസേഷനിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റോണിൽ കൊത്തിവെക്കണം. പേപ്പറിൽ എഴുതിയിട്ട് കാര്യമില്ല, പെൻഡ്രൈവിലാക്കിയിട്ട് കാര്യമില്ല. കാരണം വെള്ളം വീണ പെൻഡ്രൈവ് പോയി, എത്ര ബിറ്റ് ഡേറ്റയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കല്ലിൽ കൊത്തിവെക്കും. അതും പ്രത്യേകതരം ക്ലേ കല്ലുണ്ടാക്കി, വെള്ളം വന്നാലും കാറ്റ് വന്നാലും ഒക്കെ പോവാത്ത പ്രത്യേകത. അപ്പോൾ അതാണ് ക്യുനിയ ഫോം. അപ്പോൾ ക്യുനിയ ഫോമിൽ എഴുതി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഓന്നസ് എന്ന് പറയുന്ന ഒരു സിവിലൈസേഷണൽ ഹീറോ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സിവിലൈസേഷനെ കൊണ്ടുവരുന്ന ആള്, ബ്രിങ്ങർ ഓഫ് സിവിലൈസേഷൻ, അതാണ് അവർ ഉപയോഗിച്ചേക്കുന്ന വാക്ക്. അപ്പത്തേനും ഈ പുള്ളി വന്നതും ഇത് ചെയ്തതും എല്ലാം വലിയ ഒരു ഫ്ലഡിന്റെ സമയത്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫ്ലഡ് വന്ന് നശിക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ടുണ്ടെന്നും അതിനു മുന്നേ വേറെ ആളുകൾ വന്നിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഈ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, റൈറ്റിംഗ് അയാൾക്ക് കൊണ്ടുവന്നു, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് കൊടുത്തു, കൺസ്ട്രക്ഷൻസ് കൊടുത്തു,
അതുപോലെ അഗ്രികൾച്ചറും ലെജിസ്ലേഷനും കൊടുത്തു. എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ജീവിക്കണം, നമുക്ക് എങ്ങനെ അന്നൊക്കെ നമ്മൾ കാണുന്ന ഇപ്പം റോഡ് രാവിലെ കാട്ടിലോട്ട് പോകും, ഏതെങ്കിലും സാധനത്തിനെ ഹണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പഴം കിട്ടും, അത് കിട്ടുവാണെങ്കിൽ നമ്മൾ എടുത്തോണ്ട് വരും. അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് മരങ്ങൾ 100 ഉണ്ടാക്കാം, ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടാക്കാം, ഇവിടെ വീറ്റ് ഉണ്ടാക്കാം, ഇത് ഈ സമയത്ത് കൊയ്ത ഈ സമയത്ത് എടുക്കാം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ വേറൊരു മിത്തോളജിയിലും പറയുന്നുണ്ട്. രണ്ടാമത് ബാബിലോണിയൻ മിത്തോളജി. അതിനകത്ത് ബാബിലോണിയൻ ലിറ്ററേച്ചറിനകത്ത് ബാബിലോണിക്ക എന്ന് പറയുന്ന ബുക്ക്, ബാബിലോണിക്ക ബുക്ക് എന്ന് പറയുന്നത് ക്യുനിയഫോം സ്റ്റോൺസിലാണ് വരുന്നത്. അത് ഞാൻ കൊടുത്തേക്കാം പടം, അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തതാണ്. അതിനകത്തും പറയുന്നുണ്ട് 7 ആന്റി ഡെലൂവിയൻ സേജസ് എന്ന് പറഞ്ഞാൽ ആന്റി ഡെലൂവിയൻ സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര ഡെല്യൂജ് വരുന്നതിന് മുന്നേ ജീവിച്ചിരുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ ആന്റി ഡെലൂവിയൻ സേജസിനെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? അവരെ വിളിക്കുന്നത് ബാബിലോണിയൻ സ്ക്രിപ്ചർ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നേക്കുന്ന വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാക്കിന് ഇടയിൽ നിൽക്കും, സോസറേഴ്സ് ഓർ മജീഷ്യൻസ് എന്ന് പറഞ്ഞാൽ സോസറേഴ്സോ മജീഷ്യൻസോ ആയിട്ടാണ് ഇവരെ നമ്മൾ കണക്കാക്കിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ബുക്കിന്റെ പേര് ഞാൻ കൊടുത്തേക്കാം, ബെറോസോസ് എന്ന് പറയുന്നതാണ് ബുക്ക്. അതിനകത്തൊരു കിങ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. ബെറോസോസ് എന്ന് പറയുന്ന ബുക്ക് കിങ് ലിസ്റ്റ് കൊടുത്തേക്കുന്നത് പ്രീ ഫ്ലഡ് കിങ് ലിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഡ്വാൻസ്ഡ് മെഡിസിനെ പറ്റി പറയുന്നുണ്ട്, അഡ്വാൻസ്ഡ് വെപ്പണറിയെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് ഈ സേജുകളാണ്. ഈ സേജുകളെ പറ്റി ബെറോസസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് 3rd സെഞ്ച്വറി BC ഒരു റൈറ്ററാണ്. അയാൾ ആസ്ട്രോണമറും കൂടിയാണ്. അയാൾ എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ബാബിലോണിയൻ ആർക്കൈവ്സിൽ ഇപ്പോഴും അല്ലെങ്കിൽ പണ്ടും ഇരിക്കുന്ന റെക്കോർഡുകൾ മുഴുവൻ 1,50,000 വർഷങ്ങൾ മുന്നോട്ടുള്ള മനുഷ്യന്റെ റെക്കോർഡുകൾ ഉണ്ടെന്നാണ് അയാൾ എഴുതി വെച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ റോമൻസിന് അല്ലെങ്കിൽ അവർക്ക് സോക്രട്ടീസ്, നമുക്ക് ആര്യഭട്ട, അതുപോലുള്ള ഒരാളാണ് അവിടുത്തെ ഈ ക്ലെയിം നടത്തിയേക്കുന്നത്. 1,50,000 വർഷത്തേക്ക് മനുഷ്യന്റെ റെക്കോർഡുകൾ അവർ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് അയാൾ അത് മാത്രമല്ല പറഞ്ഞേക്കുന്നത്, ഈ ആളുകളെ പറ്റി എഴുതിയേക്കുന്നത് വെച്ചാൽ വാണ്ടറിങ് ആളുകൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ സേജസിനെ പറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തോട്ട്, മറ്റേ സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്കും പോകുന്നു. വയസ്സായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജ്ഞാനികളായ മനുഷ്യർ. എന്നിട്ടും ഇവരെ പറ്റി എഴുതിയേക്കുന്നത് ഇവർ വന്നത് കടലിൽ നിന്നാണെന്നാണ്, ഫ്രം സീ. എന്നിട്ട് എപ്പോഴാണ് വന്നത്? ആഫ്റ്റർ ഗ്ലോബൽ ഡിസാസ്റ്റേഴ്സ്. ഗ്ലോബൽ ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടാണ് ഇവർ കടലിൽ നിന്ന് വന്നത്. ഗ്ലോബൽ ഡിസാസ്റ്റർ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് യങ് ഡ്രയസ് എന്ന് പറയുന്നത്, അതെ, ഗ്രേറ്റ് ഡെലൂജ് ആണ്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വലിയൊരു ഫ്ലഡ് വന്നു. അതിനെപ്പറ്റി നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ബാക്കി ഏത് മിസ് ചെയ്താലും അത് മിസ് ചെയ്യരുത്. കാരണം നമ്മൾ 10-40 എക്സാമ്പിൾ എണ്ണിപ്പറക്കി പറയുന്ന ഒരു എപ്പിസോഡാണ് ദ ഫ്ലഡ് മിത്ത് എന്ന് പറയുന്നത്. നോവാസ് ആർക്ക് എന്തോ പറയുന്ന എപ്പിസോഡാണ്, അത് പോയി കാണുക. ഇത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ആളുകൾ ഗ്രേറ്റ് ഡെലൂജ് കഴിഞ്ഞിട്ട് വന്ന് എന്താ പറയുക, നോളജ്, സർവൈവേഴ്സിനെ ബാക്കി എല്ലാ മനുഷ്യരിൽ നിന്ന് പൊക്കിയെടുത്ത് ട്രീറ്റ് ചെയ്തു. എന്നിട്ട് അവരെ സിവിലൈസേഷൻ പഠിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ ഇത് നമ്മുടെ മെസോപ്പൊട്ടേമിയൻ ബാബിലോണിയൻ മിത്താണ്. ആ ഒരു സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ സെൻട്രൽ യൂറോപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്ത് നടക്കുന്ന സാധനമാണ്. ഇറാഖ്, ഇറാൻ, ആ ഒരു ഏരിയയിൽ നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയ മാത്രമേ ഇത് ഉള്ളൂ എന്ന് നോക്കിയപ്പോൾ ആ ഒരു ഏരിയ മാത്രമല്ല, നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കും ഇത് പറയുന്നുണ്ട്. പറയുന്നതെന്ന് വെച്ചാൽ മെക്സിക്കോ, നമുക്ക് സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിലാണ്. ഈ സ്ഥലത്തുനിന്ന് കടലുകൾ അപ്പുറമാണ്. മെക്സിക്കോയിൽ ഒരു 3000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഓൾമെക്സ് എന്നാണ് പറയുന്നത്, OLMECX, ഓൾമെക്സ്. അപ്പം ഓൾമെക്സ് എന്ന് പറയുന്ന ആളുകൾ 3000 വർഷങ്ങൾക്ക് മുന്നെയാണ് ജീവിച്ചിരുന്നതെന്നും അവർക്ക് അവരുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് നോളജ് ഉണ്ടായിരുന്നെന്നും അവർ ഒരു സിവിലൈസേഷണൽ ബീയിങ്സ് ആയിട്ട് പോയതാണെന്നും ഒക്കെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് മിത്തൊന്നുമല്ല, ഇത് അവർക്ക് ഓൾമെക്സിന് ഒരു മ്യൂസിയം തന്നെ ഉണ്ട്. ആ മ്യൂസിയം പറയുന്നത് ലെവൻറ്റ മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയമാണ്. അതിനകത്ത് മോണുമെന്റ് നമ്പർ 19 ഒരു പ്രത്യേകതരം മോണുമെന്റ് ആണ്. മോണുമെന്റ് നമ്പർ 19 ഞാനൊരു പടം കൊടുത്തേക്കാം. അതിനകത്ത് അവരൊരു ദൈവത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് ക്വച്ചൽ എന്ന് പറയുന്ന ഒരു ഡേറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇത് ദൈവമായിട്ടല്ല അവർ പറയുന്നത്. സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ QUETZALCOATL. യെസ്, അതിവിടെ കൊടുത്തേക്കാം. ക്വച്ചൽ. പുള്ളി ഒരു ഡേറ്റിയാണ്, ഒരു ദൈവതുല്യനാണ്, പക്ഷെ അൾട്ടിമേറ്റ് ഗോഡും അല്ല. അപ്പോൾ 16th സെഞ്ച്വറി റൈറ്റർ ബെർണാഡിനോ ഡി ഷോഗൻ
ഷഹാഗുൻ, ബെർണാഡിനോ ഡി ഷഹാഗൻ എന്ന് പറയുന്ന ആള് ഇവരെ പറ്റി ഈ ഇൻകാസിന്റെ ബുക്കുകൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതി വെച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വന്ന ക്വാട്സൽ കോട്ടൽ എന്ന് പറയുന്ന ആള് ഹെഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് ഫ്രം സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് വായിച്ചത്. എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് വന്ന അജ്ഞാതരുടെ തലവൻ, കടലിൽ നിന്ന് വന്ന അജ്ഞാതരുടെ തലവൻ. ഇവര് വന്നതിന് ശേഷം നമ്മളെ ഈ പ്രോവർട്ടിയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും വലിയ ഫ്ലഡിൽ നിന്നും എല്ലാം രക്ഷപ്പെടുത്തിയിട്ട് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ. രണ്ടാമത് അവർ ചെയ്തെന്ന് പറഞ്ഞാൽ സ്പേഷ്യസ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ബിൽഡിങ്ങുകളും ആർക്കിടെക്ചറുകളും. അത് കഴിഞ്ഞിട്ട് റിലീജിയൻ ഓഫ് പീസ് പഠിപ്പിച്ചു. പിന്നെ കോഡ് ഓഫ് കണ്ടക്ട്, എങ്ങനെ ഒരാളെ ഒരാളെ എപ്പോൾ തല്ലിക്കൂടാ എന്നുള്ള കാര്യങ്ങൾ, ലെജിസ്ലേഷൻ, മൊറാലിറ്റി, ഇതെല്ലാം പഠിപ്പിച്ചു. അതാണ് നമ്മളുടെ ഓൾമിക്സിന്റെ കഥ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കഥ, കടലിൽ നിന്ന് വന്ന ആളുകൾ എന്തൊക്കെയോ ഡെല്യൂജ് കഴിഞ്ഞ്, ഫ്ലഡ് കഴിഞ്ഞ് കടലിൽ നിന്ന് വന്നു, സെയിം ഒരെണ്ണം നടക്കുന്നത് സെൻട്രൽ ഏഷ്യ, ഒരെണ്ണം നടക്കുന്നത് അമേരിക്ക. കടലിൽ നിന്ന് വന്നു, സെയിം അത് കഴിഞ്ഞ് അഗ്രികൾച്ചർ, സ്പേസ്, അല്ലെങ്കിൽ നമ്മളുടെ മാത്തമാറ്റിക്സ്, ലെജിസ്ലേഷൻ, ഇതൊക്കെ തരുന്നു, സെയിം. ഈ ആളുകളെ എല്ലാം പറ്റി പറയുന്നതും സേജസ് ഓർ ടീച്ചേഴ്സ് എന്നായിട്ടാണ്, ഗോഡ്സ് ആയിട്ടല്ല. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻട്രൽ ഓർ സൗത്ത് അമേരിക്കയിലോട്ട് വരാം. ഈ നമുക്ക് 2 കോണ്ടിനെൻ്റാന്ന് പറയുമ്പോൾ ഈ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്ക എന്ന് പറയുമ്പോഴും ഈ 10,000 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് റഷ്യ പോകുന്നതിനെക്കാട്ടിയും വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ഈ സെൻട്രൽ അമേരിക്കയിൽ വേറൊരു കൂട്ടം ആളുകളെ പറ്റി പറയുന്നുണ്ട്, ഇൻകാസ് എന്നാണ് പറയുന്നത്. ഇൻകാസ് എന്ന് പറയുന്ന ആളുകളുടെ ഇതെന്താണെന്ന് വെച്ചാൽ കുറെ കൂടെ ഭയങ്കര പഴക്കമുള്ളവരാണ്. അവർ 10,000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്നവരാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമെക്സിനെ പറ്റി പറയുമ്പോൾ 3000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷൻ എന്നുള്ള അറിവല്ലേ ഉള്ളൂ. ഓൾമെക്സിനെ നമുക്ക് എങ്ങനെയാണോ അതുപോലെയായിരുന്നു ഈ ഇൻകാസിനെ ഓൾമെക്സുകാർക്ക്. മനസ്സിലായോ? അപ്പൊ ഇവരുടെ ഓൾമെക്സുകാർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻകാസ് എന്താ പറയുന്നത്, അവരുടെ കിങ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ഷപ്പ ഇൻക എന്ന് പറയുന്ന ആള്. അയാൾ പറയുന്നത് ഡയറക്റ്റ് ഡിസെൻഡന്റ് ഓഫ് സൺ ഗോഡ് എന്നാണ് പറയുന്നത്. സൺ ഗോഡ് റായിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ഇത് കണ്ടിട്ട് നോക്കുക. അപ്പോൾ ഡയറക്റ്റ് ഡിസെൻഡന്റ് സൺ ഗോഡ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, ഇവർക്ക് സ്കൈ ഗോഡുകളുമായിട്ട്, സ്കൈ ബീയിങ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്താണ് ഇത് എന്ന് നമുക്ക് പതുക്കെ കവർ ചെയ്ത് കൊണ്ടുപോകാം. സ്കൈ ബീയിങ്സുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ വെച്ചിരുന്നു. ആ സ്കൈ ബീയിങ്സ് സൺ ഗോഡുകളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനിയും ഇവരുടെ ഇൻകാസിന്റെ കറക്റ്റ് കാര്യങ്ങൾ എഴുതി വെച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്ത കുറച്ച് സ്ക്രൈബുകളാണ്. നോളജ് കെയിം ഫ്രം ബിയർഡഡ് വൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകാസിന് കിട്ടിയ എല്ലാ നോളജും വന്നത് വലിയ താടിയുള്ള ആളുകളിൽ നിന്ന് വന്നവരായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, താടിയുള്ള ആളെന്ന് പറയുമ്പോൾ നേറ്റീവ് അമേരിക്കൻസ് അല്ലെങ്കിൽ അവിടെ താമസിച്ചു കൊണ്ടിരുന്ന, ഇപ്പൊ നമുക്ക് നേറ്റീവ്സ് എന്ന് പറയത്തില്ലേ, ഒരു തുള്ളി കൂടെ പോകത്തില്ല. താടിയും ഇല്ല, മീശയും ഇല്ലാത്ത ആളുകളാണ്. ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ആളുകളാണ് നേറ്റീവ്സിന്. ഫേഷ്യൽ ഹെയർ ഇല്ല. അവര് പറയുന്നത് ദ വിസ്ഡം ബ്രിങ്ങേഴ്സ്, വലിയ താടിയുള്ള ആളുകളാണ് നമുക്ക് സിവിലൈസേഷൻ തന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവരെ പറ്റി വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ വിസ്ഡം ബ്രിങ്ങേഴ്സ് അല്ലെങ്കിൽ ഈ താടിയുള്ള ബീയിങ്സിനെ ഇവരെന്താ വിളിക്കുന്നത് അറിയാവോ? ദ ലെജൻഡ് ഓഫ് മിസ്റ്റീരിയസ് വിരാക്കോച്ചാസ്. വിരാക്കോച്ചാസ് എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. യെസ്, നോർത്ത് അമേരിക്കൻ സെർപ്പന്റൈൻ കടലിൽ നിന്ന് വന്ന ബീയിങ്സിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ വന്ന വിരാക്കോച്ചാസിനെ പറ്റിയാണ് അവർ പറയുന്നത്. വിരാക്കോച്ചാസിനെ പറ്റി ഇവർ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അറിയാവോ? ടോൾ, നല്ല പൊക്കമുള്ളവരായിരുന്നു. നേറ്റീവ് അമേരിക്കൻ, നമ്മൾ ആലോചിക്കണം, 10,000 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് താടിയുള്ള ഒരാളുകളെ കാണുന്ന, അല്ലെങ്കിൽ വേറൊരു ബീയിങ്, ഇതുവരെ ഒരു എക്സ്പോഷർ ഇല്ലാതെ ജീവിച്ചിരുന്ന ആൾ വേറൊരു കൈൻഡ് ഓഫ് ഹ്യൂമൻസിനെ കാണുമ്പോൾ അവരെഴുതി വെച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. ഭയങ്കര ടോളായിരുന്നു എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. ടോളായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം, സൗത്ത് അമേരിക്കയിൽ ജീവിക്കുന്ന നേറ്റീവ്സ് ഇപ്പോഴും ഒരു മീഡിയം ഹൈറ്റ് ആണ്. അപ്പം ഇവരെ വെച്ച് നോക്കുമ്പം വിരാക്കോച്ചാസ് ടോളായിരുന്നു. രണ്ടാമത് എഴുതി വെച്ചേക്കുന്നത് പെയിൽ സ്കിൻഡ് ആയിരുന്നു, വൈറ്റ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പെയിൽ സ്കിൻ ആണെന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്നാൽ എന്തുവാണെന്ന് അറിയാൻ പറ്റത്തില്ല, വെളുത്ത നിറമുള്ള ആളുകൾ. പിന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ബിയേർഡ് ഉണ്ട്. ഇവർ ആദ്യമായിട്ട് കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന ഡിഫറൻസസ് ആണ്.
ഭയങ്കരമായിട്ട് താടിയുണ്ട്, പിന്നെ ലൈറ്റിന്റെ കളറിലായിരുന്നു മുടി, ലൈറ്റ് ഹെയർ. ബ്ലോണ്ട് ആര്യൻസ് അറിയത്തില്ല, ലൈറ്റ് ഹെയർ എന്നാ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെ പറ്റി പറയുന്നത് കെയിം അക്രോസ് ദി ഓഷൻ. അവർ തന്നെ പറയുന്നത് ഞങ്ങൾ കടല് കടന്നാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം എവിഡൻസും ട്രാൻസ്ലേഷൻസും ആണ്, കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻസ്, നമ്മൾ പറയുന്നതല്ല. ഇത് വിരാക്കോച്ചാസ്, നിങ്ങൾ സെർച്ച് ചെയ്യുക, പോയിട്ട് നോർത്ത് അമേരിക്കൻ വിരാക്കോച്ചാസിനെ പറ്റി ഇൻകാസ് എന്താണ് എഴുതി വെച്ചേക്കുന്നത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റോണിലും കാര്യങ്ങളിലും എല്ലാം. അപ്പോൾ ഇവർ വന്നിട്ട് ഇവരെന്താ ചെയ്തത്, ഇവരെന്താ ചെയ്തതെന്നും അവർ എഴുതി കാണുമല്ലോ, പറഞ്ഞുതരാം. സ്റ്റോൺ കട്ടിങ് പഠിപ്പിച്ചു. 2, ആൻറ്റി എർത്ത് കേക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇൻകാസ് അന്നുണ്ടാക്കിയ പിരമിഡുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. മനസ്സിലായോ? സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ചൈന, ജപ്പാൻ ഒക്കെ ഈ എർത്ത് കേക്ക് പ്രോൺ ഏരിയാസ് ആണ്. ഇപ്പോഴും നമ്മൾ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലും എർത്ത് കേക്ക് വന്നാൽ വീഴും. ഇവിടെ കഴിഞ്ഞ 10-14,000 വർഷമായിട്ട് അവിടെ നിൽക്കുന്ന പിരമിഡുകളുണ്ട്. ഞാൻ ഫോട്ടോസ് കൊടുത്തേക്കാം, മനസ്സിലായോ? അത് ഫോട്ടോസ് കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് 3ാമത് പഠിപ്പിച്ചത് ആസ്ട്രോണോമിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ സ്റ്റാറുകളെ പറ്റിയും സ്റ്റാറിൻ്റെ അലൈൻമെൻറ്റ്സിനെ പറ്റിയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4, അവർ സോളാർ എക്ലിപ്സുകളും അല്ലെങ്കിൽ സൊളിസ്റ്റിസുകളും എല്ലാം അറിയാവുന്നവരായിരുന്നു. സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ എല്ലാം ചെയ്തിരുന്നത്. അവർ പുതിയതായിട്ട് കൃഷി തുടങ്ങുവാണെങ്കിൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കണക്ക് കൂട്ടും. അവർ പുതുതായിട്ടൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകാമെങ്കിൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണം കഴിക്കും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പുതിയൊരു വീട് പണിയാൻ പോവാണെങ്കിൽ സൂര്യനായിട്ട് കണക്ക് കൂട്ടി അതിൻ്റെ വെച്ചേ ചെയ്യൂ. ഇത്രയും അറിവുള്ളവർ, അല്ലെങ്കിൽ ഇവരെ വെച്ച് നോക്കുമ്പോൾ, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ സൂര്യൻ എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നമ്മൾ വിട്ടുപോയൊരിതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് സൂര്യ സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം തന്നെ നമുക്കുണ്ട്. സ്റ്റഡി ഓഫ് സൺ വിത്ത് എർത്ത് അലൈൻമെന്റ്. അപ്പൊ ആ അലൈൻമെന്റ് വെച്ചാണ് നമ്മുടെ പണ്ടുള്ളവർ ജീവിച്ചിരുന്നത്. അത് എങ്ങനെയൊക്കെയോ ഇൻകാസിൻ്റെ കിട്ടി, എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻകാസിൻ്റെതിനകത്തും നമുക്ക് ഭയങ്കര ഇൻട്രൂഗിങ് ആയിട്ട് കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ക്ലൂസ് എന്ന് പറഞ്ഞാൽ ഇവർ എഴുതി വെച്ചേക്കുന്ന വാക്കുകളുടെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻസ് ഞാൻ പറയാൻ പോവാം. ഡയറക്റ്റ് ട്രാൻസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഇൻക ട്രാൻസ്ലേഷൻ ടു ഓൾമെക്സ്, ഓൾമെക്സ് ട്രാൻസ്ലേഷൻ ടു ഹീബ്രു ഓർ നേറ്റീവ് ഓർ നമ്മളുടെ ട്രാൻസ്ലേഷൻസ്. ഫസ്റ്റ് ലൈൻ, ബോഡി ഗ്ലോഡ് ലൈക്ക് ലൈറ്റ്. ദേഹം ലൈറ്റ് പ്രകാശം പോലായിരുന്നു, പ്രകാശമുള്ള ബോഡി. 2ാമത്, ഐസ് ബ്രൈറ്റ് ലൈക്ക് സ്കൈ വിത്തൗട്ട് ക്ലൗഡ്സ്. ചുമ്മാ കാവ്യാത്മകമായിട്ട് എഴുതിയതാണ്, നമുക്കതിനെ പറ്റി പറയാം. എന്ന് പറഞ്ഞാൽ കണ്ണ് എന്ന് പറഞ്ഞാൽ മേഘമില്ലാത്ത ആകാശം പോലെ വിടർന്നിരിക്കുന്നു. 3, നമ്മളിപ്പോൾ ഇത് പറയുമ്പോഴും കാവ്യാത്മകമായിട്ട് പറയുമ്പോഴും നമ്മളിപ്പോൾ ഒന്ന് കാട്ടിപ്പോയെന്ന് പ്രതീക്ഷിക്കാം. വെറുതെ ഒരു എക്സാമ്പിളാണ്. ഈ പറയുന്ന കാവ്യാത്മകത നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനാ. ഞാനോ നിങ്ങളോ ഇവനോ അതിലൊരു കാട്ടിപ്പോയി, നമ്മൾ ഇതുവരെ കാണാത്തൊരു ജീവിയെ കണ്ടു. ഞാൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, എന്തോ പറ്റിയടാ? അച്ഛൻ ഞാനൊരു ജീവിയെ കണ്ടു. എന്തോ ജീവിയാടാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ അച്ഛാ അത് ഒരു ആനയുടെ അത്ര ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണ് ഇരുന്നത്? കരടിയുടെ കണക്ക് രോമം ഉണ്ടായിരുന്നു. അപ്പത്തേന് അതിൻ്റെ മൂക്ക് എങ്ങനെയായിരുന്നു? അത് പാമ്പിൻ്റെ കണക്കുള്ള മൂക്കായിരുന്നു. ബിക്കോസ് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസോ കണ്ടിട്ടോ ഇല്ലാത്ത, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ തോന്നുന്നു, കണ്ടിട്ടോ ഇല്ലാത്തൊരു കാര്യം വേറൊരു ആളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വി ക്യാൻ ഓൺലി കമ്പയർ. നമുക്ക് അറിയാവുന്നതിനെ പറ്റി കമ്പയർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ബീയിങ് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ഇൻകാസ് അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ആകെ ആകാശം, ഭൂമി, വെള്ളം, പഴം, ഇത് ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവർക്ക് കമ്പയർ ചെയ്യാൻ ഇന്നത്തെ ടെക്നോളജിയോ അല്ലെങ്കിൽ തടിയോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് മരമെന്നേ അറിയത്തുള്ളൂ. അപ്പം ഇതുപോലുള്ള ലിമിറ്റഡ് നോളജ് വെച്ച് അവർ പാസ് ഡൗൺ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ സെൻസിൽ നമ്മളൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നേറ്റീവ് അമേരിക്കൻസ് ആണ്, കാട്ടിൽ ജീവിക്കുന്നവരാണ്. കാട്ടുജാതി നമ്മൾ വാനരാസ് എന്നൊക്കെ പറയുന്ന പോലെ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവര് ലൈറ്റ് അടിക്കുന്ന സ്കിന്ന്, ഗ്ലോയിങ് സ്കിൻ എന്ന് പറയുന്ന ആളുകളെ കണ്ടെന്ന് അവർ കാവ്യാത്മകമായി കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ കമ്പയറിങ് ദംസെൽഫ് വിത്ത് അതേഴ്സ്. ഗ്ലോയിങ് സ്കിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരൻ ഒരു ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ ഒരു കൊക്കേഷ്യൻ ആയിട്ടുള്ള അറബികളെ കണ്ട, അല്ലെങ്കിൽ ഒരു ജർമ്മൻ ആര്യനെ കണ്ട, എന്തുവാടെ ഇവൻ്റെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അവൻ്റെ തൊലി ലൈറ്റ് അടിക്കുന്നതല്ലേ പറയൂ.
അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്ലോയിങ് സ്കിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അവർ വെള്ളക്കാരായിരുന്നു എന്നാണ് അത് പറയുന്നത്. 2, ഇൻട്രിക്കേറ്റ് ഡിസൈൻ ആണ്. അവരത് പറഞ്ഞത് കാവ്യാത്മകമായി പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഡീകോഡ് ചെയ്ത് തരാം. കണ്ണുകൾ ആകാശം പോലെയാണ്. ഏതാകാശം പോലെയാണ്? മേഘങ്ങളില്ലാത്ത ആകാശം പോലെ. അതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഇരിപ്പുണ്ട്. മേഘങ്ങളില്ലാത്ത ആകാശത്തേക്ക് നോക്കിയാൽ നീ ഏത് കളർ കാണും? ബ്ലൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിലും ഡയറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ എഴുതാൻ പാടില്ല. ഇപ്പൊ കണ്ണുകൾ ആകാശം പോലാന്ന് എഴുതിയാൽ നമുക്ക് മനസ്സിലാക്കാം, വിശാലമായ വിടർന്ന ആകാശം. അല്ലെങ്കിൽ കണ്ണുകൾ മേഘം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവർ അങ്ങനെയല്ല കൊടുത്തേക്കുന്നത്, കണ്ണുകൾ മേഘമില്ലാത്ത ആകാശം പോലെയായിരുന്നു. സോ ഇറ്റ് ഈസ് ഡീറ്റെയിൽഡ്. ബ്ലൂ ഐഡ് ബ്ലോൺസിനെ പറ്റിയാണ് അവർ പറയുന്നത്. വെളുത്ത നിറമുള്ള നീല കണ്ണുകളുള്ള ആള്. ഏതാണ്? ആര്യൻ സൂപ്പർ റേസ് നാസി ആളുകൾ എങ്ങനെയാണ് പറഞ്ഞത് അതേ ഡിസ്ക്രിപ്ഷൻ. ഇനി എങ്ങനെയാണ് പറഞ്ഞത്? ലൈറ്റ് ഹെയർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. തീ പിടിച്ച പോലത്തെ എന്താ ബ്ലോണ്ട് എന്ന് പറഞ്ഞാൽ തീ പിടിച്ച പോലത്തെ മുടി എന്ന് പറഞ്ഞാൽ തീയുടെ മഞ്ഞ, ചുമപ്പ് അല്ലെങ്കിൽ ഗോൾഡൻ എന്ന രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. കാരണം അവർ കറുത്ത മുടിയെ കണ്ടിട്ടുള്ളൂ. അവിടെ നമുക്ക് കാണാം ഒരു ബ്ലോണ്ട് വന്നു കഴിയുമ്പോൾ തലേ തീ പിടിച്ച പോലെ ഒരു സാധനം കൊണ്ടൊരാൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ലൈറ്റ് കത്തുന്ന അല്ലെങ്കിൽ തീ കത്തുന്ന ഹെയറുമായിട്ടുള്ള ആളുകൾ. വേറൊന്നുമല്ല, ഇൻകാസ് അന്ന് കടലിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് സിവിലൈസേഷൻ കൊടുത്ത ആളുകളെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദ ബ്ലൂ ഐഡ് ബ്ലോൺസ്. ദ അറ്റ്ലാന്റിയൻസ്. അവർ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി വേറെ ഒരു ഇൻട്രിക്കേറ്റ് ഡിസൈനും ഉണ്ട്. കറക്റ്റ് ട്രാൻസ്ലേഷൻസ് ഞാൻ വായിക്കാം. ഞാൻ ഈ എപ്പിസോഡിന് വേണ്ടി ട്രാൻസ്ലേഷൻസ് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇവർ സോസറേഴ്സും മജീഷ്യൻസും ആണ് നമ്മൾക്ക് ബാക്കിയുള്ള മെസൊപ്പൊട്ടേമിയയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും പറഞ്ഞിട്ടുണ്ട് ഈ വന്ന ആളുകൾ മജീഷ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ ട്രിക്സ്റ്റേഴ്സ് ആണ്, മാജിക്കുകൾ കാണിക്കും എന്ന് പറഞ്ഞാൽ ഇൻകാസ് ഈ മാജിക്കുകളൊക്കെ കണ്ട് തലതെറിച്ചു പോയി. ഇവരെ ആരാധിക്കാൻ തുടങ്ങി. കാരണം അത്ര വലിയ മാജിക്കാണ് ഇവർ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഡാർക്ക് കേവ് ലൈറ്റപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? ലൈറ്റിംഗ് ഡാർക്ക് കേവ്സ് വിത്ത് മാജിക്. ഫയർ ആവാം. ഒന്നും വേണ്ട, നമ്മളൊരു 3000 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ 10000 വർഷങ്ങൾക്ക് മുന്നേ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സെന്റിനിയലിൽ പോയിട്ട് അവരുടെ ഒരു ഗുഹയിൽ ഒരുത്തനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ടോർച്ച് അടിച്ചാൽ പോലും നമ്മളെ സംബന്ധിച്ച് നമുക്കിത് ആലോചിക്കാനെങ്കിലും പറ്റും. പക്ഷെ 10000 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ച ഒരാൾക്ക് ഇത് മാജിക്കാണ്. രണ്ടാമത്തെ മാജിക് എന്താ അറിയാവോ? ഹീലിംഗ് വൂണ്ട് വിത്ത് മാജിക് വാട്ടർ. എന്നുവെച്ചാൽ വേറൊന്നുമില്ല, മുറിവും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് ഉണക്കാൻ ഇവരുടെ കയ്യിൽ മുറിവിൽ തേക്കുന്ന ഒരു എണ്ണ ഉണ്ടായിരുന്നു, മാജിക് വാട്ടറാ. മുറിവെണ്ണ തേച്ചാൽ അപ്പോഴേ മുറിവുണങ്ങും. ഇതൊക്കെയാണ് അവർ മാജിക് എന്ന് പറഞ്ഞ് ഗോഡെന്ന് അന്ന് വിളിച്ചിരുന്നത്. നമ്മളിത് ഡീകോഡ് ചെയ്ത് വരുമ്പോഴാണ് ഇവർ ഗോഡൊന്നും അല്ല, വേറെ സ്ഥലത്തു നിന്ന് വന്ന കുറച്ചുകൂടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാവുന്നത്. 3, ഇവർക്ക് എക്ലിപ്സുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവർ പണ്ട് ആളുകളെയൊക്കെ പേടിപ്പിച്ച കഥകളൊക്കെ ഇൻകാസിനുണ്ട്. ഇന്ന് രാവിലെ ഇരുട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു വിരാക്കൊച്ച ഇവരെ ഫണ്ണി ആക്കി എടുത്തത് വരെ അവരുടെ കഥയിൽ വെച്ചിട്ടുണ്ട്. ആ കഥയിലാണ് ഈ പ്രെഡിക്റ്റിംഗ് എക്ലിപ്സ് എന്നുള്ള വാക്ക് വരുന്നത്. പിന്നെ സ്റ്റാർ മൂവ്മെന്റ്സ് വെച്ചാണ് ഇവർ അഗ്രികൾച്ചർ തുടങ്ങുന്നത്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എന്ന് പറഞ്ഞാൽ സീസൺസ് അറിയാവുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ദേ ബീൻ ദെയർ ഫോർ ദ ലാസ്റ്റ് few 100,000 years. കാരണം സ്റ്റാർ മൂവ്മെന്റുകളൊക്കെ അറിയാവുന്ന ആളാണ്. ഇനി ഇവരെ പറ്റി പറയുന്നത് ഇൻകാസ് മാത്രമല്ല. ഈ അമേരിക്കയിൽ 10,000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഗ്രാൻഡ് കാനിയൻ ഒക്കെ ജീവിച്ചിരുന്ന നമ്മൾ ടിവിനാക്ക എന്നൊക്കെ പറയുന്നില്ലേ, ഈ ടിവിനാക്ക പീപ്പിളും ഈ കൂസ്കോ പീപ്പിളും ഈ ഇതേ ആളുകളെ പറ്റി കഥ പറയുന്നുണ്ട്. ഈ കഥ പറഞ്ഞ് ഞാൻ നോക്കി വന്നപ്പോൾ ആദ്യമേ ഇവർ ടിവിനാക്കയിൽ പോയി, അത് കഴിഞ്ഞ് കൂസ്കോയിൽ പോയി, അത് കഴിഞ്ഞ് ഇൻകൻസിൽ പോയി. എന്ന് പറഞ്ഞാൽ അമേരിക്കാസിൽ ജീവിച്ചിരുന്ന എല്ലാ സ്ഥലത്തേക്കും ഇവർ പോയി. ഒരു റൂട്ടായിട്ടാണ് പോയത്. എന്നിട്ട് ഇവർ വന്ന് റൂട്ടായി ഫൈനലി ഓഷനിലേക്ക് തന്നെ കയറി പോയി. എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ മെസൊപ്പൊട്ടേമിയൻ കഥയിലും പറഞ്ഞു ഇവർ വാണ്ടറേഴ്സ് ആണ്. ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എല്ലാവിടവും പോയി സിവിലൈസ് ചെയ്യുക, എല്ലാവിടവും നിൽക്കുക, കുറച്ച് വർഷം നിൽക്കുക, സിവിലൈസ് ചെയ്യുക, പഠിപ്പിക്കുക, പോവുക. കാരണം നമ്മളുടെ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പ്രിമിറ്റീവ് സ്പീഷീസ് ആണ്. നമ്മളിപ്പോൾ ഈ ഉള്ള ടെക്നോളജി എല്ലാം വെച്ച് പറയും, ലാപ്ടോപ്പ് ലൈറ്റും എല്ലാം. ഒരു ബീയിങ് വന്ന് നമ്മളോട് പഠിക്കുകയാണ്, നിനക്ക് ടൈം ട്രാവൽ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചൊരു മാജിക് ആയിട്ടുള്ളൊരു ടെക്നോളജി നമുക്ക് തന്ന് എല്ലാവരോടും പഠിപ്പിച്ച് എല്ലാവർക്കും അൺലിമിറ്റഡ് ഫുഡും എനർജിയും ഹെൽത്തും തരാനുള്ള ടെക്നോളജി തന്നിട്ട് പോയാൽ നമുക്കത് മജീഷ്യൻസ് ആണ്, നമുക്ക് അവർ ഗോഡ്സ് ആണ്. 1000 വർഷം കഴിയുമ്പോൾ ഈ വന്ന ആളുകളെ പറ്റി നമ്മൾ സ്പേസ് ഷൂട്ടിൽ ഇരിക്കുന്ന ഏലിയൻസിനെ പറ്റി നമ്മൾ അമ്പലം പണിയും.
അത് തന്നെയാണ് പണ്ട് പണിഞ്ഞത്, അത് തന്നെയാണ് പണ്ട് നടന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർ കടലിൽ കയറി പോയത് ഇൻകാസ് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇൻകാസിന് ഈ എഴുത്തും വായനയൊക്കെ കിട്ടിയതോടെ പിള്ളേരങ്ങ് പൊളിക്കാൻ തുടങ്ങി. ഇൻകാസ് എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ കടലിലേക്ക് പോയി കയറിയത് അവരുടെ ഗോൾഡൻ വെസലിലേക്കാണ്. വെസൽ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് പാത്രം എന്നാണ്. മനസ്സിലായി. പാത്രം, ഏതോ ഒരു ഗോൾഡ് കളർ പാത്രത്തിലേക്ക് ഇവർ കയറി. ആ പാത്രത്തിൽ ഇവർ കയറി പോവാൻ തുടങ്ങുമ്പോൾ അതുണ്ടാക്കിയ സൗണ്ടിനെ പറ്റി അവർ എഴുതിയിട്ടുണ്ട്. ആ വെസല് ഹംഡ് ലൈക്ക് 1000 ഹണി ബീസ് എന്ന് പറഞ്ഞ ഒരു സൗണ്ട് ഉണ്ടാക്കിയാണ് അവര് ആ വെസലിൽ കയറി തന്നെ വെസല് കടലിലേക്ക് പോയെന്ന്. എടാ, ദേ വേർ ട്രൈങ് ടു ഡിസ്ക്രൈബ് ടെക്നോളജി. മനസ്സിലായോ? നമ്മളിത് നമ്മളുടെ അറിവിൽ നിന്ന് കളഞ്ഞു പോകുന്ന ഒരു സാധനമാണ് ഒരു സൂപ്പർ റേസിനെ പറ്റി. ഇത് നമ്മൾ കളഞ്ഞു പോകാൻ സമ്മതിക്കരുത്. കാരണം ഇത്ര ഇൻട്രിക്കേറ്റ് ആയിട്ട് അവർ ഡിസൈൻ വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഗോൾഡൻ വെസലിൽ കടലിൽ കയറി, എന്നിട്ട് ആ കടലിൽ കയറിയപ്പോൾ ആ വെസലില് ഹംഡ് ലൈക്ക് 1000 ബീസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ 1000 തേനീച്ചകൾ ചെവിയുടെ അവിടെ വന്ന് ആക്കുന്ന പോലെ ഉള്ള സൗണ്ട് അടിച്ചാണ് അവർ ആ വെസലിൽ കയറി പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. പോയപ്പോൾ അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. വിരാക്കോച്ച പ്രോമിസ്ഡ് ടു റിട്ടേൺ. വിരാക്കോച്ച പറഞ്ഞത് ഞങ്ങൾ ഉറപ്പായും ഇനിയും തിരിച്ചു വരും, ഞങ്ങൾക്ക് സമയമാകുമ്പോൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് പോയത്. അതുപോലെ തന്നെയാണ് മറ്റേ ക്വാറ്റ്സൽ കോട്ടലും പറഞ്ഞേക്കുന്നത്, തിരിച്ചു വരും എന്ന് പറഞ്ഞാണ് പോയേക്കുന്നത്. കാരണം എല്ലാ സിവിലൈസേഷൻ്റെ അടുത്ത് പോയ ആളുകളും തിരിച്ചു വരും എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടാണ് പോയത്. ഞങ്ങൾ നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം തന്നു, വി ഹാവ് അതർ മിഷൻസ്, വാണ്ടറേഴ്സ് ആണ്, അടുത്ത സ്ഥലത്ത് പോകും, ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ റിട്ടേൺ പ്രോഫസി ഇത്രയും, ഈ തിരിച്ചു വരും എന്നുള്ളത് ഇത്രയും ഇൻട്രിക്കേറ്റ് ആയിട്ട് എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ചെറിയ കഥയാണ്. ഇൻകാസിനൊരു എംപറർ ഉണ്ട്, ഇൻക എംപറർ. ഇൻക ഡൈനാസ്റ്റിയിൽ നിന്ന് വന്നൊരു എംപററാണ്, ഡൈനാസ്റ്റിയിലാണ്. അവരുടെ എംപറർ പറഞ്ഞ അറ്റാഹുലാപ്പ, ATAHULAALPA, അറ്റാഹുലാപ്പ എന്ന് പറയുന്ന ആള് ആണ് ഇവരുടെ ഡിസെൻഡൻസ് ആണ്. ഈ കഴിഞ്ഞ 500 അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുന്നേ വരെ ഈ സ്റ്റോറീസ് അവരുടെ ദൈവങ്ങളെ പോലെ അവർ കാത്തു സൂക്ഷിച്ചതാണ്. അപ്പോൾ 1500s സ്പാനിഷ് ഈ നോർത്ത് അമേരിക്കൻ ഇൻകാ സ്ഥലം ഇൻവേഡ് ചെയ്യുകയാണ്. സ്പാനിഷ് ഇൻക്വസിഷൻ എന്ന് പറഞ്ഞാൽ അവർ ഈ വിരാക്കോച്ചാസിനെയും സ്കൈ ബീയിങ്സിനെയും മാത്രം ദൈവങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം സ്പാനിഷ് ഇൻക്വസിഷൻ വന്നു 1500s സ്പാനിഷ് ഇൻക്വസിഷൻ വന്നു. ഇവർ വന്ന് ഇൻവേഷൻ തുടങ്ങിയപ്പോഴും ഈ ഞാൻ പറഞ്ഞ അറ്റാഹു ആൽപ്പ എന്ന് പറഞ്ഞ രാജാവ് തിരിച്ചറ്റാക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം ഇറ്റ് വാസ് സോ റൂട്ടഡ് ഇൻ ദെയർ കൾച്ചർ. അവരുടെ കൾച്ചറിൽ അത്ര അധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ രാജാവ് ഓർഡർ ചെയ്തത് ഒരാളും അയാൾക്കെതിരെ കൈ പൊക്കരുത്, വിരാക്കോച്ചാസ് തിരിച്ചു വന്നു എന്നാണ്. നമ്മളുടെ മുത്തച്ഛന്മാർ പറഞ്ഞ താടി വെച്ച, മനസ്സിലായോ, താടി ഉണ്ടായിരുന്ന വലിയ ബീയിങ്സ് തിരിച്ചു വന്നു. അത് നമ്മളുടെ ഫോർഫാദേഴ്സ് പറഞ്ഞ ദൈവങ്ങളാണ്. കാരണം അവര് സ്പാനിഷുകാരെ കണ്ടപ്പോൾ തന്നെ, കാരണം നോർത്ത് അമേരിക്കൻസ് സ്പാനിഷുകാരെ കണ്ടപ്പോൾ തന്നെ അവര് ആദ്യം വിചാരിക്കുന്നത് ഇത് വേറെ ഏതോ ബീയിങ്സ് ആണെന്നാണ്. കാരണം അവർ ഇതുപോലത്തെ മനുഷ്യരെ കണ്ടിട്ടില്ല. അവർ 10,000 വർഷങ്ങൾക്ക് മുന്നേ അവരുടെ മുത്തച്ഛന്മാർ ഇതുപോലൊരു ആളുകളെ പറഞ്ഞിട്ടുണ്ട്, മോനെ നിങ്ങൾ മാത്രമല്ല മനുഷ്യര്, നിങ്ങളെ പോലെ വേറെ ആളുകളുണ്ട്, അവർ വന്നാണ് നമുക്കെല്ലാം തന്നത്, തന്നിട്ട് അവർ പോയി, അവർ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ഏകദേശം 8000 years കഴിഞ്ഞിട്ട് ഇവര് സ്പാനിഷുകാർ തോക്കും ഒക്കെ ആയിട്ട് വന്നപ്പോഴും അവർ വിചാരിക്കുന്നത് ഇത് ദൈവങ്ങളാണെന്നാണ്. മനസ്സിലായി? അത്ര ഈസിലി നമുക്ക് മിസ്റ്റേക്കൺ ചെയ്യാം. മനസ്സിലായി? അപ്പൊ 10,000 വർഷങ്ങൾക്ക് മുന്നേ അവർ മിസ്റ്റേക്ക് ചെയ്തതാണെന്ന് നമുക്ക് ഉറപ്പിക്കാലോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവർ ഇൻവേഷൻ തടഞ്ഞില്ല ആദ്യത്തെ കുറച്ച് നാളുകൾ. അങ്ങനെ അവരെ ഫുള്ള് ഇതാക്കി. പിന്നെ അവര് ഇതായി, കാരണം ഈ നോർത്ത് അമേരിക്കൻസ് ഫുള്ള് ഈ കൾച്ചർ എല്ലാം നശിപ്പിച്ചു, എല്ലാ ടെമ്പിളും നശിപ്പിച്ചു, എല്ലാ മോണുമെന്റ്സ് നശിപ്പിച്ചു, ആളുകളെ കൊന്നു, കൺവേർട്ട് ചെയ്തു. നൗ നോർത്ത് അമേരിക്ക ഈസ് 100% എ ക്രിസ്ത്യൻ കൺട്രി. അത് സ്പാനിഷ് ഇൻക്വിസിഷൻ ആണ്. എനിക്ക് ഈ ഇൻവേഷൻസിന് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇൻവേഷൻസ് എടുത്തെടുത്ത് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോഴും നമ്മൾ ആകെ വിചാരിക്കുന്നത് റിയോ ഡി ജനേറിയോ എന്നൊക്കെ പറയുന്ന വലിയൊരു ബ്രസീലിലെ ക്രൈസ്റ്റിനെ പറ്റിയാണ്. 300 വർഷം മുന്നേ ആണ് ക്രൈസ്റ്റ് ആ കോണ്ടിനെന്റിൽ വരുന്നത്. അപ്പോൾ
നമുക്കത് മനസ്സിലാക്കുക. നമ്മളീ പറയുന്നത് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥകളാണ്. ആ ഒരു സെൻസിലെടുക്കുക. അപ്പോൾ ഇതവിടെ വന്നു. ഇനി വേറൊരു മിത്തോളജിയിലോട്ട് നമുക്ക് പോകാം. ഇവരെ പറ്റി തന്നെയാണ്, ഈജിപ്തിലേക്ക്. ഈജിപ്തിലെ നമുക്കുള്ള ഒരാളെ പറ്റി നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നു, തോട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ പറയുന്നത് തോട്ട് ദ അറ്റ്ലാന്ത എന്നാണ് പറയുന്നത്. തോട്ട് ദ അറ്റ്ലാന്ത എന്ന് പറഞ്ഞാൽ തോട്ട് ദി അറ്റ്ലാന്റിയൻ എന്നാണ് മോഡേൺ ഇത്. അങ്ങനെയാണ് അറ്റ്ലാന്റിസ്, അറ്റ്ലാന്റിയൻ എന്നൊക്കെ ഉള്ള വാക്കുകൾ വരുന്നത്. ഇയാളെ പറ്റി എന്താണ് പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ ഫ്ലഡ് ആൻഡ് ഡിസ്ട്രക്ഷൻ, വലിയ ഫ്ലഡ് വന്ന് എല്ലാം നശിപ്പിച്ചതിന് ശേഷം ഒരു അറ്റ്ലാന്റിയൻ സർവൈവർ ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം സെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം സെൻഡ് ചെയ്ത ഒരു അറ്റ്ലാന്റിയൻ സർവൈവർ. ആ സർവൈവറിനെ പറ്റി അവർ വിളിച്ചത് എന്തു പറയാമോ? വേറെ 100 കോടിക്കണക്കിന് പേര് വരാം. പക്ഷെ ആ ദൈവത്തിനെ, തോട്ട് ദി അറ്റ്ലാന്റിയനെ, ഈജിപ്തുകാർ വിളിച്ച പേരെന്ന് പറഞ്ഞാൽ ദ എഞ്ചിനീയർ പ്രീസ്റ്റ് കിങ്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മെയിൻ സാധനം 2ആണ്, എഞ്ചിനീയറിംഗ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ്. എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാം പണിയുന്ന ലോകത്തിലെ വണ്ടേഴ്സ് എന്തിനാ? തോട്ട് ദി അറ്റ്ലാന്റിയൻ ആണ് ഈജിപ്ഷ്യൻ പിരമിഡുകൾ പണിഞ്ഞതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മറ്റേ ടുട്ടൻഖാമുന്റെ മമ്മി വെക്കാൻ വേണ്ടി പണിഞ്ഞു എന്നുള്ള പച്ചക്കള്ളമാണ് നമുക്ക് ഗൂഗിളിൽ തരുന്നത്. പക്ഷെ ഞാൻ ഒരു ഇൻഫർമേഷൻ കൂടെ തരാം, ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്യണം. ആരാണ് ഈ സാധനം പണിഞ്ഞത്, എന്തിനാണ് പണിഞ്ഞത്? അപ്പോൾ ഗൂഗിൾ പറയും ഇത് മറ്റേ ചുറ്റുറ്റുടൻ പണിഞ്ഞതാണ്, ഞങ്ങളൊരു രാജാവിൻ്റെ മമ്മി വെക്കാൻ പണിഞ്ഞതാണെന്നാണ് പറയുന്നത്. ഈ സെർച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ അടുത്തൊരു സെർച്ചും കൂടെ ചെയ്യണം. ഇതുവരെ ഈജിപ്തിൽ പിരമിഡിൽ എത്ര മമ്മിയെ കണ്ടെത്തിയെന്ന്. ദ ആൻസർ ഈസ് 0. F0. ഇതുവരെ ഈജിപ്തിൽ പിരമിഡിൽ ഒരു മമ്മിയെ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ആ മമ്മി വെച്ചു എന്ന് പറയുന്ന പിരമിഡിൽ നമ്മുടെ മുഖത്തോട്ട് തുപ്പുവാണ് അവന്മാർ ചെയ്യുന്നത്. കാരണം നമുക്കിത് സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. വി ഡോണ്ട് കെയർ. നമുക്ക് രാവിലെ ജോലിക്ക് പോകണം, EMI അടയ്ക്കണം. മനസ്സിലായോ? ഈ ഒരു കാര്യമേ നമ്മുടെ ലൈഫിലും അർത്ഥമുള്ളൂ. അപ്പോൾ ഈ അറ്റ്ലാന്റിയൻ പ്രീസ്റ്റ് കിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഈ പുള്ളിയാണ് പിരമിഡ് പണിയുന്നതെന്ന് എമറാൾഡ് ടാബ്ലറ്റ്സ് ഓഫ് തോത്തിനകത്ത് പറയുന്നത്. നമ്മളെ രാമായണം അല്ലെങ്കിൽ മഹാഭാരതം അല്ലെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ എന്ന് പറയുന്ന പോലെ പണ്ട് ജീവിച്ചിരുന്ന പ്രീ ഹിസ്റ്റോറിക് ഈജിപ്ഷ്യൻസിൻ്റെ വേദപുസ്തകമായിരുന്നു എമറാൾഡ് ടാബ്ലറ്റ്സ്. അതിനകത്ത് പറയുന്നത് തോട്ടാണ് ഇത് പണിഞ്ഞത്, ഞങ്ങളൊന്നും ഇത് പണിഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോഴേ ഈ സാധനം ഉണ്ടെന്ന്. അപ്പോൾ അതാണ് തോട്ട് ദി അറ്റ്ലാന്റിയനെ പറ്റി പറയുന്നത്. ഇനി തോട്ട് ദി അറ്റ്ലാന്റിയനെ എവിടുന്നാ വന്നത്? അറ്റ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഫാറവേ ഐലൻഡിൽ നിന്ന് ഗ്രേറ്റ് ഫ്ലഡിന് ശേഷം ഹ്യൂമാനിറ്റിയെ രക്ഷിക്കാൻ വന്ന ആളായിട്ടാണ്. ഇനി അടുത്തത് എഡ്ഫു ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് ഈജിപ്തിൽ തന്നെയാണ്. EDFU ബിൽഡിങ്സ്. ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ആരും കേട്ട് കാണത്തില്ല, ഇത് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണ്. ഡു യുവർ ഗൂഗിൾ സെർച്ച്. എഡ്ഫു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ബിൽഡിംഗ് മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഭിത്തികളിൽ മുഴുവൻ സ്റ്റോറീസ് ക്യുനിയഫോമിൽ കാർവ് ചെയ്തേക്കുക. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിങ്സ് ഫുള്ള്. അതിനകത്ത് ഏൻഷ്യൻ റൈറ്റിങ്സ് ആണ്. അതിനകത്ത് എഡ്മണ്ട് റൈമൺ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യോളയൻ ട്രാൻസ്ലേറ്റർ, അയാൾ ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു. സക്സസ്ഫുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് ആ ഒരു ബിൽഡിംഗ്, ബാക്കി എല്ലാം നശിച്ചു പോയി, ബാക്കി എല്ലാം അവർ നശിക്കാൻ സമ്മതിച്ചു. ഈ കഥ എഴുതാൻ വേണ്ടി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ കഥയിൽ എച്ച് വെച്ചേക്കുന്ന സത്യം എന്ന് പറയുമോ? ആ കഥ ഒരു ടീമിനെ പറ്റിയാണ് പറയുന്നത്. 7 വൈസ് സേജസിന്റെ ടീം. ഒരു ബോട്ടിൽ അവർ കടലിൽ നിന്ന് ഞങ്ങളുടെ കരയിലേക്ക് വരുന്നു. എന്നിട്ട് ഈ 7 പേരും വരുന്നത് ദൂരെയുള്ള ഒരു ഐലൻഡുകളായിരുന്നു. ആ ഐലൻഡ് എന്ന് പറയുന്നത് അവർ വിശേഷപ്പെടുന്നത് ദൈവങ്ങളുടെ മക്കൾ ജീവിക്കുന്ന ഐലൻഡും ഈ വന്നവർ ദൈവത്തിന്റെ മക്കളാണെന്നുമാണ്. മനസ്സിലായോ? ഹോംലാൻഡ് ഓഫ് മിഡീവൽ അല്ല പ്രീവൽ വൺസ്, അങ്ങനെയാണ് അവർ പറയുന്നത്. എന്നിട്ട് ആ ഐലൻഡിന് എന്തു പറ്റി? ആ ഐലൻഡ് വെള്ളം വന്ന് നശിച്ചു പോയി. ഫ്ലഡ് വന്ന് ഭൂമി തിരിച്ചെടുത്തു. അങ്ങനെ തിരിച്ചെടുത്ത സമയത്തെ സർവൈവേഴ്സ് അല്ലെങ്കിൽ തിരിച്ചെടുത്ത സമയത്തെ ബാക്കിയുള്ള സിവിലൈസേഷൻ പോയി ചെക്ക് ചെയ്ത് അവർക്ക് റെഫ്യൂജി കൊടുക്കാൻ വന്ന ആളുകളാണ് ഈ സാധനം. എന്നിട്ട് ഈ എഫ്ഡു ടെക്സ്റ്റിൽ വേറൊരു കാര്യവും പറയുന്നുണ്ട്, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സേജസ് ലോകം മുഴുവൻ ഈ ഗ്രേറ്റ് ഷിപ്പിൽ കറങ്ങുന്നുണ്ട്. അവർ ഞങ്ങളുടെ അടുത്ത് വരുന്നതിന് മുന്നേ പല അടുത്ത് പോയിരുന്നുവെന്നും നമ്മളെ വിട്ട് തിരിച്ച് ഈജിപ്തിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ ഇനിയും പല സ്ഥലത്തേക്ക് പോകണമെന്നും അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ദേ പ്രോമിസ്ഡ് ടു റിട്ടേൺ. മനസ്സിലായോ? അവർ തിരിച്ച് ഞങ്ങൾ വരും, ഞങ്ങൾക്ക് വേറെ ബാക്കി കാര്യങ്ങളുണ്ട്, ഞങ്ങൾ തിരിച്ചു വരും. ആൻഡ് ആ
റിട്ടേൺ ചെയ്യുമെന്നുള്ള പ്രോമിസും കൊടുത്തിട്ടാണ് അവർ പോയത്. Yeah. ഇനിയും നമുക്ക് നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു മോണുമെന്റ് 19 നമ്മളുടെ കോച്ചൽ കോട്ടലിനെ പറ്റിയ ഒരു മോണുമെന്റ്, അതിന്റെ പടം ഞാൻ ഒന്നും കൂടെ കൊടുത്തേക്കാം. ആ കൊടുത്തേക്കുന്നതിനകത്ത് അതൊരു സർപ്പന്റൈൻ മനുഷ്യനാണ്, ഒരു സർപ്പന്റൈൻ, ഒരു ഹാഫ് ഹ്യൂമൻ ഹാഫ് സർപ്പന്റ് അല്ലെങ്കിൽ ഹാഫ് ആനിമൽ എന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ പടം ഇല്ല ശരിക്കും. എന്ന് വെച്ചാൽ അതിനെ വിഷ്വലി ഞാൻ എങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന അത് ഞാൻ കൊടുത്തേക്കാം, ഞാൻ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആക്യുറേറ്റ് ആയിരിക്കും. ആ പടം നമ്മൾ വരച്ചതല്ല, ആ പടം നമ്മൾ ഇൻകൺ ടെമ്പിളിൽ നിന്ന് എടുത്ത മോണുമെന്റ് ആണ്. ഇതൊരു മോണുമെന്റ് ആണ്. അപ്പം ആ മോണുമെന്റ് ആണ് മോണുമെന്റ് 19. അത് അവിടെ പറയുന്ന ഒരു മ്യൂസിയത്തിൽ ഇപ്പോഴും ആ സ്ക്രിപ്ചർ ഉണ്ട്. ആ സ്ക്രിപ്ചറിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ സർപ്പൻ മാനിനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ സാധനം ഇയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട്, ഒരു ആഡ് ചെയ്യേണ്ടാത്തൊരു ഇൻഫർമേഷൻ ആണ്. പക്ഷെ ഇവരുടെ കയ്യിലൊരു സഞ്ചി അല്ലെങ്കിൽ ഒരു ബാഗ് വെക്കുന്ന ഒരു പടമുണ്ട്. ഏത് കോച്ചർ കോട്ടലിന്റെ പടം എടുത്താലും പുള്ളിയുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഇരിക്കുന്നതായിട്ടാണ് കൊടുക്കുന്നത്. ഹാൻഡ് ബാഗ് പോലെ കയ്യിൽ സംതിങ് ഈസ് ദെയർ. അക്കലു സേജസിന്റെ പടം നോക്കി, അവരുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ട്. സുമേരിയൻ സേജസിന്റെ കഥ നോക്കി, അവരുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ട്. ഈ ബാബിലോണിയൻ സേജസിന്റെ കഥ നോക്കി, അവരുടെ കയ്യിൽ ഹാൻഡ് ബാഗ് ഉണ്ട്. ഈ നമ്മുടെ നോർത്ത് അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ എല്ലാം ഒരു 7-8 പടമുണ്ട്. ഇവരുടെ എല്ലാം ഈ വന്ന സേജസിന്റെ പടങ്ങൾ ഞാൻ കൊടുത്തേക്കാം. എല്ലാവരുടെ കയ്യിലും ഒരു കാര്യം ഉണ്ട്, അവരുടെ കയ്യിൽ ഈ ബാഗ് ഉണ്ട്. ഒരു ബാഗ് ഓഫ് സീഡ് ഓഫ് ലൈഫ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇത് കണ്ടുപിടിച്ചു. ഇനി ഞാൻ ഈ ബാഗ് വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഹിന്ദു ടെമ്പിൾസിൽ നമ്മളുടെ നടരാജൻ അല്ലെങ്കിൽ ഒരു ഡെപ്പിക്ഷൻ ഉണ്ട്. അത് പടം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിനകത്ത് പുള്ളിയുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. ടെമ്പിളും ഏതാന്നൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാനൊരു പോഡ്കാസ്റ്റിൽ കണ്ടതാണ്. എന്നിട്ട് ഞാനത് നമ്മൾ വേറെ ഏതോ പോഡ്കാസ്റ്റിൽ ഇതിൽ ആ പടം കൊടുത്തു, എനിക്ക് ഓർമ്മയില്ല ഏതാന്ന്, ഞാൻ കുറച്ച് തപ്പി കിട്ടിയില്ല. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്ത് അനുനാക്കിയുടെ ഒരു പടം ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ത്രീ സംസാരിക്കുന്ന പോഡ്കാസ്റ്റിംഗ് കണ്ടുകൊണ്ടാണ് ഞാൻ ആ പടം നോക്കുമ്പോൾ അതിനകത്ത് സുമേരിയനകത്ത് പറയുന്ന പോലുള്ളൊരു ദൈവവും ആ ദൈവത്തിൻ്റെ കയ്യിൽ സെയിം ബാഗും ഉണ്ട്. ഞാനത് ഇന്ന് മാക്സിമം സെർച്ച് ചെയ്തു, കിട്ടിയില്ല. അത് ഡിലീറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ആ പോഡ്കാസ്റ്റ് ഞാൻ എടുത്തു, പോഡ്കാസ്റ്റും റിമൂവ്ഡ് ആണ്. കോപ്പിറൈറ്റ് വന്നതായിരിക്കും, എന്തും ആവാം. ഞാനിത് വലിയ കോൺസ്പിറസി ഒന്നും പറയുന്നില്ല, പക്ഷെ ഐ എം ടെല്ലിങ് യു, രണ്ടും ഇപ്പോൾ കിട്ടുന്നില്ല. സോ യു ഹാവ് 10 minutes ഗൈസ്. ഞാനിങ്ങനെ പറയുന്നൊന്നുമല്ല, ഹി വിൽ കീപ്പ് ഓൺ ടോക്കിംഗ്. ഒരു 10 അല്ലെങ്കിൽ 2 hours സംസാരിക്കും. സോ ഒരു 15 minutes എനിക്ക് വേണം. അപ്പോൾ ഞാൻ ഈ ബാഗ് വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഗൊബ്ലക്കി ടെപ്പെ എന്ന് പറയുന്ന നിങ്ങളൊരു സാധനം കേട്ടിട്ടുണ്ടാവാം. 90% പേരും കേട്ടിട്ടില്ലായിരിക്കാം. ഇറ്റ്സ് ഓക്കെ, ഐ എം ഹിയർ. ഗൊബ്ലക്കി ടെപ്പയാണ് നമ്മളുടെ ലോകത്തിലെ ഓൾഡസ്റ്റ് ഒഫീഷ്യൽ സൈറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്റർനാഷണൽ ലോ. എന്ന് പറഞ്ഞാൽ ലോകം റെക്കഗ്നൈസ് ചെയ്ത് ഇന്റർനാഷണലി സൈൻ ചെയ്ത് ഒപ്പിട്ട സാധനത്തിൽ ഏറ്റവും പഴക്കം ചേർന്ന സ്ഥലമാണ് 11,600 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ഒരു മെഗാലിത്തിക് സ്ട്രക്ചർ. നമ്മൾ 11,000 വർഷങ്ങൾക്ക് മുന്നേ ഒഫീഷ്യൽ നെറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു മെഗാലിത്തിക് സ്ട്രക്ചറാണ്. ആ മെഗാലിത്തിക് സ്ട്രക്ചർ എന്തിനാ ഉപയോഗിച്ചതെന്ന് അറിയാമോ? സോളാറും എക്ലിപ്സുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒരു ലബോറട്ടറി പോലെ അവർ ഉണ്ടാക്കിയതാണ്. ആ ലബോറട്ടറി പോലെ ഉണ്ടാക്കിയിട്ട് അവർ എന്താ ചെയ്തത്? അത് അവർ മണ്ണിലടിയിലേക്ക് കുഴിച്ചിട്ടു. മണ്ണിലടിയിലേക്ക് പർപ്പസ്ഫുള്ളി കുഴിച്ചിട്ടു. കാരണം ഫ്ലഡ് വന്ന് കുഴിച്ചിട്ട് പോയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നാച്ചുറലായിട്ട് ഇറോഡ് ചെയ്താലും മറിഞ്ഞു വീഴാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഒന്നും മറിഞ്ഞു വീട്ടില്ല. കാരണം വെറുതെ കല്ലുകളുടെ മണ്ടയിൽ വലിയ കല്ലുകൾ, നമ്മളുടെയൊക്കെ ഒരു 10 കാറിന്റെ വലിപ്പമുള്ള കല്ലുകളുണ്ട് അവിടെ. അതെങ്ങനെയോ എടുത്ത് വേറൊരു 10 കാറിന് വലിപ്പമുള്ള കല്ലിന്റെ മണ്ടയിലൊക്കെ വെച്ചേക്കുക. അത് നമുക്ക് വേണമെങ്കിൽ 1-2 പേർക്ക് തള്ളിയാൽ അത് വീഴാം, പക്ഷെ അത് വീഴുന്നില്ല. അപ്പോൾ അതവർ ബറി ചെയ്തിട്ടേക്ക്, ഒരു ടൈം ക്യാപ്സൂൾ പോലെ. അപ്പോൾ ഈ ബറി ചെയ്തിട്ടത് കൊണ്ടും നാച്ചുറൽ ഇറോഷൻ, കാറ്റ്, വെള്ളം, മറ്റേ ഓർഗാനിക് മെറ്റീരിയൽ അല്ലെങ്കിൽ പട്ടി, പൂച്ച ഇതൊന്നും വന്ന് ശല്യപ്പെടുത്താത്തത് കൊണ്ട് പെർഫെക്റ്റ് കാർബൺ ഡേറ്റിംഗ് ആണ് നടക്കാൻ പറ്റുന്നത്. കാരണം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഐസൊലേഷൻ കിട്ടി. മണ്ണിൽ നിന്നുള്ള ഇറോഷൻ മാത്രം എടുത്താൽ മതി. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എടുത്തതാണ് ഈ 11,600 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. കാരണം ഇത് എത്ര പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് വെച്ചാൽ ഈ മെഗാലിത്തിക് സ്ട്രക്ചറിന്റെ അങ്ങേ അറ്റത്ത് നോക്കിയാലും ഇങ്ങേ അറ്റത്ത് നോക്കിയാലും ഒരേ വർഷം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ
ഈ ഗൊബ്ലക്കി ടെപ്പിയിൽ എൻക്ലോഷർ ഡി ഇത് വലിയൊരു സ്ഥലമാണ്. നമ്മൾ അതിൻ്റെ ഒരു 1-2% നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളൂ. 98% എക്സ്കവേറ്റ് ചെയ്യേണ്ടെന്ന് ഇന്റർനാഷണൽ ലോ സൈൻ ചെയ്തു. മനസ്സിലായോ? ഗൊബ്ലക്കി ടെപ്പെ ഇപ്പൊ നമ്മളുടെ തിരുവനന്തപുരത്തെ നമ്മളുടെ ക്ഷേത്രമാണെങ്കിൽ ഗൊബ്ലക്കി ടെപ്പയുടെ മൊത്തം സ്ട്രക്ചർ എല്ലാം കൂടെ വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ അത്രയും വരും. അതൊന്നും തൊട്ടുപോലും പോകാൻ പാടില്ല എന്ന് നമുക്ക് ഓർഡർ വന്നു. ആൻഡ് എക്സ്കവേഷൻ സ്റ്റോപ്ഡ്. എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു എന്ന് എന്നോട് ചോദിക്കേണ്ട, ആസ്ക് യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങളത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഗൊബ്ലക്കി ടെപ്പയിൽ ചെന്ന് എൻക്ലോഷർ ഡി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഡി സെക്ഷനിൽ പില്ലർ നമ്പർ 43, ഈ ചെറുതായിട്ട് എക്സ്കവേറ്റ് ചെയ്ത സ്ഥലത്തിനകത്താണ് 43 പില്ലറും 4-5 എൻക്ലോഷേഴ്സും ഉള്ളത്. അതിൻ്റെ എക്സ്കവേറ്റഡ് ഓൺലി ലെസ് ദാൻ 2%. എൻക്ലോഷർ നമ്പർ ഡി പില്ലർ നമ്പർ 43 ഇതുപോലൊരു ഇതുണ്ട്. ബാക്കി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടതാണെന്നും അല്ലാതെ എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്തതാണെന്നും പറയുന്നുണ്ട്. കാരണം പെർഫെക്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബീയിങ് ഒരു ബാഗ് പിടിച്ചോണ്ട് നിൽക്കുന്നു, പക്ഷേ ആ ഇവിടം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നു, മുകളിലേക്കില്ല. ഭാഗ്യത്തിന് ആ ബാഗുകൾ മാത്രം നമുക്ക് വിസിബിൾ ആയിട്ടുണ്ട്. അത് ഫോട്ടോ വെളി വന്നുകൊണ്ട് ഇനി അത് നശിപ്പിക്കാനും പറ്റൂല. എന്നിട്ട് ഈ ഗൊബ്ലക്കി ടെപ്പയെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ എക്സ്കവേറ്റ് ചെയ്ത 2%-ന്റെ 60% അവര് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. കാരണം 11,000 വർഷങ്ങൾക്ക് മുന്നേ ബാക്കി ഇപ്പോൾ ദൈവങ്ങളെന്ന് പറയുന്ന കാര്യങ്ങളോ എന്തൊക്കെയോ സിമിലറായിട്ട് അവർ കണ്ടുവെന്നും അത് നശിപ്പിച്ചുവെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ 12,000 വർഷങ്ങൾക്ക് മുന്നേ എക്സിസ്റ്റ് ചെയ്യുന്ന ബാഗും ആളുകളുമാണ് ഇവര്. ഗൊബ്ലക്കി ടെപ്പെ എന്ന് പറയുമ്പോൾ ആ കോണ്ടിനെന്റിൽ വരെ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ഈ ആളുകൾ എല്ലായിടത്തും ട്രാവൽ ചെയ്തു. ഇനി നമുക്ക് ഈ ട്രാവൽ ചെയ്ത ആളുകളുടെ വേറൊരു ആംഗിളിൽ കൂടെ നോക്കാം. ഈ വിരാക്കോച്ച സ്റ്റോറി എന്ന് പറയുന്ന പോലെ നമുക്ക് വേറൊരു സ്റ്റോറി ഉണ്ട്. നമുക്ക് 7 സേജസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. നമുക്ക് 7 സേജസ് എന്ന് പറയുന്ന ആളുകളിനകത്ത് ഇന്ത്യൻ സ്റ്റോറിയാണ്, ഇന്ത്യൻ മിത്തോളജി, ഹിന്ദു മിത്തോളജിയാണ്. അതിനകത്ത് 7 സേജസിനെ പറ്റി പറയുന്നുണ്ട്. 7 സേജസ് മറ്റേ ഗ്രേറ്റ് ഡെല്യൂജ്, വലിയൊരു വെള്ളപ്പൊക്കം, ലോകം മുഴുവൻ ഗ്ലോബൽ ഇവൻ്റാണ്. അതിന് നമ്മളുടെ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ലോക പ്രളയ എന്നാണ്. ഭൂമി മുഴുവൻ പ്രളയ എന്നാണ് സംസ്കൃത വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വിഷ്ണു മത്സ്യ അവതാരം എടുത്ത്, വിഷ്ണു എന്ന് പറയുന്ന ദൈവം മത്സ്യ അവതാരം എടുത്ത്, മത്സ്യ അവതാരം എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. മത്സ്യ അവതാരം എടുത്ത് ഭൂമിയിൽ വന്ന് മനുവിനെ രക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് വിടുകയും ബാക്കി 7 സേജസിനെ മത്സ്യ അവതാരിൽ കയറ്റി ലോകം മുഴുവൻ വിടുകയും അവർക്ക് എന്താ പറയുന്നത്, ഈ സിവിലൈസേഷൻ ചെയ്യണമെന്ന് വിഷ്ണു കമാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് മത്സ്യ അവതാറിലുള്ള കമാൻഡ്മെന്റ് ആണ്. മത്സ്യ അവതാർ ഇവിടെ കൊടുത്തേക്കാം, പലയിടത്തും ഈ വന്ന സേജസിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്ന പടങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. യു ഗൈസ് ഡിസൈഡ് ഫോർ യുവർ സെൽഫ്. ഇത് ഇന്ത്യൻ സ്റ്റോറിയാണ്. ഈജിപ്തിലും അമേരിക്കയിലും ഒക്കെ ഉള്ള സ്റ്റോറികളിലെ മത്സ്യ അവതാരിലുള്ള ആളുകളുടെ ഫോട്ടോസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഹിമാലയൻ ചരിവുകളിൽ ഒരു താന്ത്രിക് സർക്കിൾ സ്റ്റോറി ഉണ്ട്. അത് എല്ലാ മിത്തോളജിയിലും ഇല്ല, നമ്മുടെ മെയിൻ മിത്തോളജിയിലില്ല. നമ്മൾ ഡീപ്പ് റിസർച്ച് നടത്തിയാലേ കിട്ടത്തുള്ളൂ. വിശ്വാമിത്ര എന്ന് പറയുന്ന ഒരാളുടെ 7 സേജസിൽ ഒരാളാണ് വിശ്വാമിത്ര. വിശ്വാമിത്രയുടെ ട്രാവലിനെ പറ്റി ഉള്ള ഒരു സ്റ്റോറിയാണ്. അത് ഹിമാലയൻ താന്ത്രിക് സർക്കിളിലൊക്കെ ഉള്ളൂ. നമ്മുടെ മെയിൻ സ്ട്രീം ഹിന്ദു മിത്തോളജിയിൽ സെർച്ച് ചെയ്താലേ കിട്ടും. ഏതോ ഒരു ബുക്കിന്റെ പേരുണ്ട്, അത് ഞാൻ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ വിശ്വാമിത്ര എന്ന് പറയുന്ന ആള് ഞാൻ എങ്ങനെ ഇതിൽ എത്തിയെന്ന് ഒരു മിനിറ്റ് പറയാം. അപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ ഈ ദൈവങ്ങളെയും വാക്കുകളെയും സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. 2 സ്റ്റെപ്പ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ ഒരു സ്ഥലത്തെ പേരിൻ്റെ തുടക്കം എടുക്കും. കാരണം ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ്. നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കാര്യം ഒരു 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം വരും. പക്ഷേ വ്യത്യാസം വരാതിരിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള സയൻറ്റിഫിക്കലി പ്രൂവൻ മെത്തേഡാണ് അതിൻ്റെ തുടക്കത്തിലെ സൗണ്ടും പിന്നെ എത്ര സിലബിൾസ് ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ആഡം ആൻഡ് ഈവ് സ്റ്റോറി ഇല്ല, ആഡം എന്നുള്ള വാക്കെടുക്കാം. അപ്പം അതിനകത്ത് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തുടക്കത്തിലെ സൗണ്ട് ആയാണ്. എത്ര സിലബിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഡം, ആ എന്ന് പറയുന്ന സിലബിളും ഡം എന്ന് പറയുന്ന സിലബിളും 2 ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ എന്ന് പറയുന്നതും ഡം എന്ന് പറയുന്ന 2 സിലബിളും. അപ്പോൾ അത് വെച്ച് നമുക്ക് പലതും കണക്ട് ചെയ്യാം. ഇപ്പം ഹിന്ദു മിത്തോളജിയിലെ ആദത്തിനെ പറ്റി ഒരു കഥയുണ്ട്. ആ നമ്മൾ കൺഫേം ചെയ്ത കഥയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത്
ആദ്യത്തിന് പകരം അഡീം എന്നാണ് പറയുന്നത്. ആ ഡീം 2 സിലബിൾ തുടക്കം 1. അപ്പം ഇതുപോലുള്ള പല പല സിലബിൾസ് കണക്ട് ചെയ്യുന്നത് ഒരു ടെക്നിക്കാണ്. അപ്പം അതുപോലെ ഞാൻ ഈ വിരാക്കോച്ച എന്ന് പറയുന്ന സാധനത്തിൻ്റെ സിലബിൾസ് കണക്ട് ചെയ്ത് നോക്കി. അപ്പോഴത്തേനും വിരാക്കോച്ച എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തെ സൗണ്ടും 4 സിലബിൾസും എന്ന് പറഞ്ഞാൽ വി രാ കോ ച 4 സിലബിൾസ് ആൻഡ് ഫസ്റ്റ് സൗണ്ട് ഈസ് വാ അല്ലെങ്കിൽ വി. അപ്പം ഞാൻ ഇങ്ങനെ നമ്മുടെ 7 സേജസിനെ നോക്കി. 7 സേജസിന് നോക്കുമ്പോൾ സ്ട്രൈക്കിംഗ് ആയിട്ടൊരു പേര് കണ്ടു, വി വെച്ച് തുടങ്ങുന്നൊരു പേര്. ഞാൻ നോക്കി എത്ര സിലബിൾസ് ഉണ്ട്. വി വെച്ച് തുടങ്ങുന്ന 7 സേജസ് ആയിട്ട് ഹിന്ദു മിത്തോളജിയിലുള്ളൊരു സേജിൻ്റെ പേരാണ് വിശ്വാമിത്ര. എത്ര സിലബിൾസ് ഉണ്ട്? വിശ്വാമിത്ര. 4 സിലബിൾസ്, സെയിം നെയിം. അപ്പം ഞാൻ നോക്കി, ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, എന്തെങ്കിലും കഥയുണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കിയപ്പോഴാണ് ഈ ഹിമാലയൻ താന്ത്രിക് സർക്കിളിൽ അവരുടെ ഇടയിൽ മാത്രം പറഞ്ഞു വരുന്നൊരു കഥ. ഈ കഥ എന്താണെന്ന് വെച്ചാൽ, വിശ്വാമിത്രയാണ് വിഷ്ണു അപ്പോയിന്റ് ചെയ്തത്. ഈ 7 സേജസിനെ അപ്പോയിന്റ് ചെയ്തു, വിശ്വാമിത്രയ്ക്കും അപ്പോയിൻമെന്റ് കൊടുത്തു. കാരണം ലോകമെല്ലാം പോയി സിവിലൈസേഷൻ ചെയ്യണം, വേൾഡിനെ റിസ്റ്റോർ ചെയ്യാൻ സഹായിക്കണം. ലോകത്ത് ഒരുപാട് പേര് അരിയും വഴിയും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. ഈ ഡെലൂജ് വന്നാൽ അവരെല്ലാം എക്സ്റ്റെൻഡ് ആവും. സോ ഇവർ എക്സ്റ്റെൻഡ് ആയി പോവാതെ സഹായിക്കണമെന്ന്. ഈ സിവിലൈസേഷൻ ചെയ്യേണ്ടത് ഈ പ്രളയം വന്നതിന് ശേഷമാണ്. എന്നിട്ട് ഈ പ്രളയ സ്റ്റോറി എല്ലാം നമ്മുടെ ആ ബുക്കിൽ പറയുന്നുണ്ട്. എന്നിട്ട് വിശ്വാമിത്രയെ എവിടെയൊക്കെ ആ പുള്ളി അപ്പോയിന്റ് ചെയ്ത് അറിയാമോ? ഇതാ ഹിമാലയൻ കഥകളിൽ നിന്ന് വന്നതാണ്. വിശ്വാമിത്രയെ അപ്പോയിന്റ് ചെയ്തത് ഭരതവർഷയുടെ വെളിയിലേക്കാണ്. ഭരതവർഷ എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റർ ഇന്ത്യൻ ഓർ ഏഷ്യൻ കോണ്ടിനെന്റ്. ഏഷ്യൻ കോണ്ടിനെന്റിന് വെളിയിലേക്ക് അപ്പോയിൻമെന്റ് കൊടുത്തു. അപ്പോയിൻമെന്റ് കൊടുത്തിട്ട് ഗ്രേറ്റ് ബോട്ട് ഓഫ് മത്സ്യ അവതാർ വിഷ്ണു, മത്സ്യ അവതാർ കൊടുത്ത വലിയ ബോട്ടിനകത്ത് വിശ്വാമിത്ര പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഈസ്റ്റിലേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളുടെ എന്താ പറഞ്ഞാൽ വിരാക്കോച്ച ഉള്ളത് നമ്മളുടെ വെസ്റ്റിലേക്കാണ്, അമേരിക്കയിലേക്ക്. നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ വെസ്റ്റിലേക്കാണ് അമേരിക്ക ഉള്ളത്. പുള്ളി പോയത് ഈസ്റ്റിലേക്കാണ് പറയുന്നത്. ഞാൻ അത് ഉറപ്പിച്ചു. നിങ്ങളിപ്പോൾ വിചാരിച്ചില്ല തെറ്റിയെന്ന്? നോ. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമി ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല ഗൈസ്. ഭൂമി ഈസ് എ ഗ്ലോബ്. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈസ്റ്റിലേക്ക് പോവാണെന്ന് വെച്ചോ, ഈ വിരാക്കോച്ചയുടെ ട്രാവൽ എങ്ങോട്ടാണ് പറഞ്ഞതെന്ന് പറയാമോ? വിരാക്കോച്ച ക്രോസ് ദി ഗ്രേറ്റ് ഓഷ്യൻസ് ടു ദ ഈസ്റ്റ്, എന്നിട്ട് പുതിയൊരു ലാൻഡിലെത്തിയെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ചൈന അവിടെ ഇവിടെയൊക്കെ എത്തും, അല്ലെങ്കിൽ നമ്മൾ ഇന്തോനേഷ്യൻ ഐലൻഡ്സ് എത്തും. അത് കഴിഞ്ഞ് വലിയൊരു കടലാണ് ദ ഗ്രേറ്റ് ഓഷൻ. ഗ്രേറ്റ് ഓഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പ് നിൽക്കും. നമ്മളുടെ ഗ്രേറ്റ് ഓഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പ് നിന്നു. ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പ് നിന്നു. ജപ്പാൻ കഴിഞ്ഞാൽ അത് തിന്നു. ഇതിന് കടൽ കഴിഞ്ഞാൽ അപ്പുറത്തെന്തുവാ? വീണ്ടും ഈസ്റ്റ്. ഗൈസ്, കടൽ കഴിഞ്ഞാൽ അമേരിക്കയാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഗ്ലോബ് എടുത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് എടുത്ത് നോക്കൂ. നമ്മൾ ഈസ്റ്റിലോട്ട് കറക്കിയാലും വെസ്റ്റിലോട്ട് കറക്കിയാലും നമ്മൾ എത്തുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോയാലും വെസ്റ്റിലോട്ട് പോയാലും ഇന്ത്യയിലും എത്തും. എല്ലാ പോയിന്റിൽ നിന്നും എങ്ങോട്ട് വേണമെങ്കിലും എത്താൻ പറ്റും. അപ്പോൾ ഈ പോയ ലാൻഡിനെ പറ്റി അവർ ആ ഹിമാലയൻ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാമിത്ര വെന്റ് ടു ഈസ്റ്റ് ആൻഡ് ക്രോസ്ഡ് ദി ഗ്രേറ്റ് ഓഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റിലേക്ക് പോയപ്പോൾ വലിയൊരു സമുദ്രം വന്നു. ആ സമുദ്രം ക്രോസ് ചെയ്ത് വേറൊരു ലാൻഡിലെത്തി എന്നാണ് പറയുന്നത്. ആ ലാൻഡിനെ പറ്റി പറഞ്ഞതെന്ന് പറയാമോ? ദ ലാൻഡ് ഓഫ് ടോൾ മൗണ്ടൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ലാൻഡിലോട്ട് കയറുമ്പോൾ തന്നെ വലിയ മൗണ്ടൻ ബാരിയേഴ്സ് ആണ്. മൗണ്ടൻ വെച്ചൊരു ബാരിയർ എന്ന് പറഞ്ഞാൽ മതിൽ പോലെ മലകളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ റെഡ് സോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈഡ് പ്ലെയിൻസും. പിന്നെ അവിടുത്തെ ആളുകൾ, ട്രൈബ് എന്നാണ് പറയുന്നത്, അവിടുത്തെ ട്രൈബ് സ്പോക്ക് ഓഫ് സ്കൈ സ്പിരിറ്റുകൾ. സ്കൈ സ്പിരിറ്റുകളെ പറ്റി പറയുന്ന ആളുകളുമാണ്. നമ്മൾ നേരത്തെയും പറഞ്ഞു സ്കൈ സ്പിരിറ്റിനെ പറ്റി പറയുന്ന ആളുകൾ എവിടെയാണെന്ന്. അത് നോർത്ത് അമേരിക്കയാണ്. ഇനി നോർത്ത് അമേരിക്ക ആണെന്ന് പറയാൻ നിങ്ങൾക്ക് വേറൊരു ഇതും കൂടി തരാം. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മൗണ്ടൻ ബാരിയേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ഈസ്റ്റിൽ നിന്ന് പോയാലേ പറ്റൂ. വെസ്റ്റിൽ നിന്ന് പോയാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് എത്തുന്നത്. ഞാൻ ആ പടം കൊടുത്തേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. നമ്മൾ ഈസ്റ്റിൽ നിന്ന് പോയി നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ എത്തിയാൽ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നവരറിയാമോ? ദ ഗ്രേറ്റ് ആൻഡീസ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മലനിരകൾ എന്ന് പറഞ്ഞാൽ ആ കോണ്ടിനെന്റിന്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് മലയാണ്, മതില് പോലുള്ള മല. മനസ്സിലായോ? ആൻഡീസ് ആണ് നമ്മളെ ഇത് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോയത് പുള്ളി തന്നെയാണ്. ഇനി നവാഹോ അല്ലെങ്കിൽ ഹോപ്പി അല്ലെങ്കിൽ ചെറോക്കി എന്ന് പറയുന്ന
അവിടെ ജീവിച്ചിരുന്ന ആളുകളെല്ലാം ഈ ടീച്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഈ വിരാക്കോച്ചയെ പറ്റി പറയുന്നുണ്ട്. ഈ വിരാക്കോച്ചയെ പറ്റി പറയുന്ന വേറെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലോങ് ഹെയറും ലോങ് ബിയേർഡും ഉണ്ട്. കയ്യിൽ ഒരു സ്റ്റാഫ് ഉണ്ടെന്നാണ് പറയുന്നത്. കയ്യിൽ വന്ന ആൾ കയ്യിൽ ഒരു സ്റ്റാഫ് ഉണ്ട്. എന്നിട്ട് പിന്നുള്ളത് ഇയാൾക്ക് സേക്രഡ് ഓഫറിങ്സ് എല്ലാം പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഓഫറിങ്സ് എന്ന് പറഞ്ഞാൽ അവർ ഡിപ്പിക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ തീയൊക്കെ ഇട്ട് അതിൻ്റെ നടുക്കൂടി ഇരിക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നെ അഗ്രികൾച്ചർ, മെഡിറ്റേഷൻ, സേക്രഡ് ചാൻസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്, ചാൻസുകൾ. പിന്നെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരാമെന്നുള്ള പ്രോമിസും കൊടുത്തിട്ട് അയാൾ പോയി. എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് അയാൾ പറഞ്ഞു, ആഫ്റ്റർ ദ നെക്സ്റ്റ് എർത്ത് ഷേക്ക്. ഇനിയും ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ കുലുങ്ങുമ്പോൾ ഞാൻ ഇനിയും തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് വകവെക്കുന്നത്. ഏതാണ്? വിരാക്കോച്ച. ഇനി വിശ്വകർമ്മയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വിശ്വാമിത്രയ്ക്ക് ലോങ് ഹെയർ ആണ്. നമ്മളെ ഡെപിക്ഷനിൽ വലിയ ബിയേർഡുണ്ട്. സന്യാസിയാണ് പുള്ളിക്ക് വലിയ താടിയും വലിയ മുടിയൊക്കെ ഉണ്ട്. ഇനി അവരെ ചാൻസ് പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ചാൻറ്റ് എന്ന് പറഞ്ഞാൽ ചാൻറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ. വിശ്വാമിത്ര എന്ന് പറയുന്ന ആള് മന്ത്രയുടെ ഗുരുവായിരുന്നു. മന്ത്രാസ് എല്ലാം അറിയാവുന്ന ഭയങ്കര യജ്ഞനായിരുന്നു. അതുപോലെ പിന്നെ അവരെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് ഓഫറിങ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ തീയിട്ട് നടുക്കിയിരിക്കുന്നു, ഭസ്മം എറിയുന്നു, അല്ലെങ്കിൽ ഓഫറിങ്സ്, പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓഫറിങ് കൊടുക്കുന്നു. 7 സേജസിനകത്ത് യജ്ഞയുടെ തന്ത്രികൻ അല്ലെങ്കിൽ ദ മാസ്റ്റർ ഓഫ് യജ്ഞ എന്ന് പറയുന്നത് വിശ്വാമിത്രയായിരുന്നു. എന്ന് പറഞ്ഞാൽ യജ്ഞ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ യജ്ഞം നടത്തുക എന്നൊക്കെ പറയത്തില്ലേ, നമ്മളിപ്പം വീട്ടിലോട്ട് പാലുകാച്ചിന് നേരത്തെ ഗണപതി യജ്ഞ അല്ലെങ്കിൽ ഹോമം എന്നൊക്കെ പറയുന്ന സെയിം സാധനം. പിന്നെ മെഡിറ്റേഷൻ കൊടുത്തു. പിന്നെ ഇതെല്ലാം നോക്കിയിട്ട് അയാളുടെ കയ്യിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വാമിത്രയുടെ ഡിപ്പിക്ഷൻസ് ഞാൻ എടുത്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്കും വിശ്വാമിത്ര എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ വിശ്വാമിത്രയുടെ ഒരു ദണ്ഡ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ദണ്ഡുണ്ട് പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ലോകം മുഴുവൻ പറയുന്നത് ഒരേ കഥയാണ്. ഈ ഡെല്യൂജ് അല്ലെങ്കിൽ വലിയൊരു വെള്ളപ്പൊക്കം വന്ന് ലോകം മുഴുവൻ പോകുന്നു. ആ എല്ലാ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയെ പറ്റി ഒരു അടിപൊളി എപ്പിസോഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്, അത് കാണുക. ആ എപ്പിസോഡിനകത്ത് പറയുന്ന പോലെ വലിയൊരു വെള്ളപ്പൊക്കം വന്നു. എന്നിട്ട് വിഷ്ണു എന്ന് പറയുന്ന ഭഗവാൻ സേജസിനെ ലോകത്തെ എല്ലായിടത്തോട്ടും വിടുന്നു. അല്ലെങ്കിൽ നമ്മളുടെ ബൈബിളിലാണെങ്കിൽ യാവേ എന്ന് പറയുന്ന ആൾ വന്ന് നമ്മുടെ ആർക്കേഞ്ചലിനെ വിട്ട് ലോകം മുഴുവൻ രക്ഷപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇതുപോലെ പല കൾച്ചറുകളിൽ പല കഥകളാണ് പറയുന്നത്. അപ്പോൾ ഈ കഥകൾ ഇത്രയും 5-10 ദിവസം റിസർച്ച് ചെയ്ത് എനിക്ക് ഇത്രയും കൺവിൻസ്ഡ് ആയെങ്കിൽ ഇത് വേദപുസ്തകം പോലെ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ പഠിച്ച ജർമ്മനിക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാതിരുന്നുകൂടാ? യെസ്, നമുക്ക് ഇത്രയും തെളിവുകൾ ഞാൻ ഇവിടെ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും കൺവിൻസിങ് ആയെങ്കിൽ ഇതിനു വേണ്ടി സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ജർമ്മൻ നാസി ഹിംലറിനെ വിട്ട് ഇത് ഇത്രയും കണ്ടുപിടിക്കാൻ വിട്ടിട്ട് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവരെന്തുകൊണ്ട് അത് ചെയ്തായിരുന്നുകൂടാ? അതിൽ കാര്യമുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് വൈറ്റ് ബ്ലോൺസിനെ പറ്റിയാണ്, വലിയ താടിയുള്ള വൈറ്റ് ബ്ലോൺസ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ വിശ്വാമിത്ര ആയാലും കാര്യങ്ങളും എല്ലാവരും പറ്റി പറയുവാണെങ്കിലും ഇവരുടെ ഡെപ്പിക്ഷൻസ് എടുത്തു കഴിഞ്ഞാലും ഇവരുടെ പറയുന്നത് മുടി വെള്ളയാണെന്നാ. സന്യാസിമാരുടെ മുടിയും താടിയും വെള്ളയാണെന്നാ പറയുന്നത്, കറുപ്പല്ല. നമ്മളുടെ മനുഷ്യർ കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മളുടെ മനുവും ആളുകളും എല്ലാം കറുത്ത മുടിയും കറുത്ത താടിയും ഉള്ളവരാണെങ്കിലും ഈ വന്ന 7 സേജസിനും വിശ്വാമിത്രനും എല്ലാം വെള്ളത്താടിയും വെള്ള മുടിയും. അത് സന്യാസി അപ്പൂപ്പൻ സന്യാസി എന്ന് പറയുമ്പോൾ ഇല്ലേ, ആ സംഭവമാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇത്രയും പറയുന്നു. എനിക്ക് ഇപ്പം 100% ഉറപ്പായി ഇതൊരു മിത്തോളജി അല്ല, ഇത് നടന്ന കാര്യങ്ങൾ പല കൾച്ചറിൽ പല കോണ്ടിനെൻറ്റുകളിൽ. ഇനിയും ചൈനീസ് മിത്തോളജി ഉണ്ട്, ജപ്പാൻ മിത്തോളജി ഉണ്ട്. ജപ്പാൻ മിത്തോളജി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ജപ്പാൻ മിത്തോളജി ഇത് 7 ലക്കി ഗോഡ്സിനെ പറ്റി പറയുന്നുണ്ട്. 7 ലക്കി ഗോഡ്സ് പറയുന്നത് വലിയ വെള്ളപ്പൊക്കം വന്ന് എന്ന് പറഞ്ഞാൽ കടലിലെ തവള വെള്ളം മൊത്തം കുടിച്ചു തീർത്തിട്ട് അത് ഒരേ സമയം തുപ്പിയപ്പം ലോകം മുഴുവൻ മുങ്ങിപ്പോയെന്നും ആ മുങ്ങിപ്പോയ സമയത്ത് ലോകത്തിലെ 90% നശിച്ചെന്നും എന്നിട്ട് ഒരു ടൈപ്പ് കുരങ്ങൻ മാത്രമേ രക്ഷപ്പെട്ടോളെന്നുമാണ് അതിനകത്ത് ചോദിച്ചത്. കുരങ്ങൻ എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് ഉദ്ദേശിച്ചത്. ഇതൊരു എപ്പിസോഡും കൂടെ പോകണ്ടോ? ഇല്ല, കുരങ്ങൻ മാത്രമാണ് നശിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ജപ്പാനീസ് 7 ലക്കി ഗോഡ്സ് എന്ന് പറയുന്നതാണ് ഷീച്ചി ഫുക്കുജിൻ.
SHICHIFUKUJIN, ഷീച്ചി ഫുക്കുജൈൻ. അവരെ പറ്റി പറയുന്നത് എന്താ പറയുക, 7 പ്രൊട്ടക്ടേഴ്സ് അറൈവിങ് ബൈ സീ ഫ്രം ബോട്ട് എന്ന് പറഞ്ഞാൽ 7 പ്രൊട്ടക്ടേഴ്സ് സീയിൽ നിന്ന് ബോട്ടിൽ വരുന്നവരാണ്. വിസ്ഡവും അഗ്രികൾച്ചറും തന്നു. ഇനി ഇത് മാത്രമല്ല, ജൂയിഷ് മിത്തോളജിയിലും പറയുന്നുണ്ട് ദ 7 ഷെപ്പേർഡ്സ്. 7 ഷെപ്പേർഡ്സ് എപ്പോഴാണ് വന്നത്? ദൈവം വിട്ടതാണ്. വലിയൊരു ഡെല്യൂജ് കഴിഞ്ഞ് ലോകം നശിച്ചു കിടന്നപ്പോൾ 7 ഷെപ്പേർഡ്സിനെ ദൈവം വിട്ടു. ഹെൽപ്പ് ഹ്യൂമാനിറ്റി ഇൻ ക്രൈസിസ്. ഇനി വേറെ ഉണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞങ്ങ് പോവാം, സമയമില്ലാത്തതുകൊണ്ടാണ്. ഏഞ്ചൽസിനെ പറ്റി പറയുന്നുണ്ട്. ദൈവം വിട്ട ഏഞ്ചൽസ്, ഹ്യൂമാനിറ്റിയെ ഗൈഡ് ചെയ്യാനും ഹ്യൂമാനിറ്റിയെ അപ്ലിഫ്റ്റ് ചെയ്യാനും വിട്ട ഏഞ്ചൽസിനെ പറ്റി. മെയിൻ ഏഞ്ചൽസ് എത്ര പേരുണ്ടെന്നറിയാമോ? 7. ഏഞ്ചൽസും ഉണ്ട്, ആർക്കേഞ്ചൽസും ഉണ്ട്. ആർക്കേഞ്ചൽസ് എത്ര പേരാണ്? ആർക്കേഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയുന്നത്, ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ പവറും നോളജും കൊടുക്കുന്ന ഏഞ്ചൽസ്. അതാണ് ആർക്കേഞ്ചൽസും സാധാ ഏഞ്ചൽസും തമ്മിലുള്ള ബന്ധം, അല്ല വ്യത്യാസം. ആർക്കേഞ്ചൽസ് ആർ സുപ്പീരിയർ ബീങ്സ്. അവർക്ക് നോളജ്, മാജിക്, ഫ്ലൈയിങ് ക്രാഫ്റ്റുകൾ, ചിറകുകൾ ഇതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ആർക്കേഞ്ചൽസ് എത്ര പേരുണ്ടെന്ന് അറിയാമോ? 7 പേര്. സെർച്ച് ചെയ്ത് നോക്കുക, 7 ആർക്കേഞ്ചൽസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇത് ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നതല്ല, ഇതെല്ലാം നമ്മളുടെ മിത്തോളജിയിൽ പല രീതിയിൽ ഏഞ്ചൽസ് എന്ന് പലയിടത്ത് പറയുന്നു. ചിലയിടത്ത് അപ്കലൂസ് എന്ന് പറയുന്നു, ചിലയിടത്ത് വിരാക്കോച്ചാസ് എന്ന് പറയുന്നു, ചിലയിടത്ത് സേജസ് എന്ന് പറയുന്നു, ചിലയിടത്ത് ഋഷീസ് എന്ന് പറയുന്നു. ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതെല്ലാം വന്നത് മിസ്റ്റീരിയസ് ആയിട്ടൊരു ഐലൻഡ് സിങ്ക് ചെയ്യുന്നു. അവിടുത്തെ സർവൈവേഴ്സ് ഹ്യൂമാനിറ്റിയെ രക്ഷപ്പെടുത്താൻ വരുന്നു. ഹ്യൂമാനിറ്റിയെ പലയിടത്തും അവർ ഇൻ്റർബ്രീഡ് ചെയ്യപ്പെടുന്നു. ഇൻ്റർബ്രീഡ് ചെയ്യപ്പെട്ടതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻ്റർബ്രീഡ് ചെയ്യപ്പെട്ടത് യൂറോപ്പിലാണെന്നും യൂറോപ്പിൽ നിന്ന് ഇൻ്റർബ്രീഡ് ചെയ്ത് ഏറ്റവും പ്യൂവറസ്റ്റ് ഫോമായിട്ട് വന്നതാണ് അവിടുത്തെ യൂറോപ്യൻ ആര്യൻസ് എന്ന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജർമ്മൻസ് എന്നും അവരുടെ ഫോർഫാദേഴ്സിന് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദു മിത്തോളജിയിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞ് നിർത്തുക, രാമനെ പറ്റി നമുക്കൊരു തെളിവ് കിട്ടിയാൽ നമ്മൾ എസ്കവേറ്റ് ചെയ്യില്ലേ? നമ്മൾ കൃഷ്ണന്റെ ദ്വാരകയെ പറ്റി ഒരു തെളിവ് കിട്ടുമ്പോൾ നരേന്ദ്രമോദി പോയി ദ്വാരകയിലെ ഇത് ചെയ്തില്ലേ? അതുപോലെ തന്നെ ഹിറ്റ്ലറും ചെയ്തുള്ളൂ. ഹിറ്റ്ലർ അവരുടെ ഫോർഫാദേഴ്സിനെ പറ്റി തെളിവ് കിട്ടിയപ്പോൾ അവരുടെ എക്സ്പെഡീഷൻ ഹിറ്റ്ലറിനെ തന്നെ വിട്ടു. അതാണ് അന്ന് അവിടെ നടന്നത്. അപ്പോൾ ഇൻ ദ അറ്റ്ലാന്റിസ് ലുമേറിയ ആളുകൾ വന്നു, ബന്ധപ്പെട്ടു. എന്തുകൊണ്ട് അത്രയും നാൾ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഈ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന സ്ഥലവും മറ്റേ സൺഗോഡിൻ്റെ സ്ഥലവും തമ്മിലൊരു പാക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഹ്യൂമാനിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യില്ല, നമ്മൾ അവർക്ക് ടെക്നോളജിയും കൊടുക്കില്ല. കാരണം അവർ മനുഷ്യരായിട്ട് തന്നെ വളർന്നോട്ടെ, നമ്മൾ വെളിയിൽ നിന്ന് വളർന്നവരാണ്, അവരിവിടുത്തെ മക്കളാണ്, അവരിവിടുന്ന് വളർന്നോട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഡെല്യൂജ് വന്നപ്പം തെറ്റിയെന്നും അവർ തിരിച്ച് ഒരു യുദ്ധം അല്ലെങ്കിൽ ഗ്രേറ്റ് ഡെല്യൂജ്, ലോകം മുഴുവൻ നശിക്കാൻ പോയ ഒരു പ്രശ്നം വന്നപ്പോൾ അറ്റ്ലാന്റിയൻസ് വന്ന് ഇവർക്ക് അറിവ് പറഞ്ഞു കൊടുത്തു എന്നാണ് പോയത്. ഇനിയും അടുത്ത എപ്പിസോഡിൽ വരുന്നത് ഹിറ്റ്ലർ ഇതിനെ അന്വേഷിച്ച് പോയ കഥ ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ അന്വേഷിച്ച് പോയ കഥ പറഞ്ഞു. ഇനി ഹിറ്റ്ലർ എന്താണ് കണ്ടുപിടിച്ചതെന്ന് അടുത്ത എപ്പിസോഡിൽ വരും. ഹിറ്റ്ലർ ശമ്പാലയിലെത്തി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ശമ്പാലയിൽ നിന്നും നാസി ഫൈൻഡിങ്ങിൽ നിന്നും അടുത്ത എപ്പിസോഡ് തുടങ്ങും. So guys, Sri here. Talk to you guys later. Bye guys. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്യുക, റിസർച്ച് ചെയ്യുക.